നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് ബാബിലോന്യ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ആ പട്ടണത്തിന് ഉണ്ടാകേണ്ട ഉയർച്ചയും താഴ്ചയും അതിനെ ആസ്പദമാക്കിയൊരു വചനം വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വെളിപ്പാട് 18:21. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിൻ്റെ ന്യായവിധി വന്നല്ലോ. യേശുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് ബാബിലോൺ എന്ന രാഷ്ട്രത്തിന് ചരിത്രത്തിലുണ്ടാകേണ്ട ഉയർച്ചയും താഴ്ചയുമാണ് ഒരു വിഷയം. ഞാൻ 3 പ്രധാനപ്പെട്ട വസ്തുതകളിലൂടെയാണ് ഈ വിഷയങ്ങളെ നയിക്കാൻ ചർച്ച, നമ്മുടെ വിശകലനം മുമ്പോട്ടുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാണ് ഈ ബാബിലോന്യ സാമ്രാജ്യത്തിൻ്റെ ഉദയാസ്തമയങ്ങളെങ്കിൽ യേശുവിൻ്റെ വരവോടനുബന്ധിച്ച് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രയേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് രണ്ടാമത്. ഈ 2 ഒരുക്കങ്ങൾക്ക് സമാന്തരമായി തിരുസഭ എങ്ങനെ യേശുവിൻ്റെ പുനരാഗമനത്തെ നോക്കിക്കാണുന്നു, അതിൻ്റെ ഒരുക്കം അങ്ങനെ 3 വിധ ഒരുക്കങ്ങളാണ് ഈ 3 രാത്രികളിലൂടെ നമ്മുടെ വിശകലനത്തിന്, ക്രമീകൃതമായുള്ള പഠനത്തിന് ആധാരമായിട്ടുള്ളത്. അതിൽ ഇന്നലെ ദീർഘമായൊരു മുഖവുര വേണ്ടി വന്നു. അതിന് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ രാത്രി പറഞ്ഞത് എന്നതൊന്ന് സംക്ഷിപ്തമാക്കാം. ബാബിലോൺ എന്ന നഗരത്തിൻ്റെ ചരിത്ര പ്രസക്തി അതായിരുന്നു ആദ്യം പറഞ്ഞത്. അതിൻ്റെ സ്ഥാപകൻ നിമ്രോദാണെന്നും അതിന് വ്യത്യസ്ത പേരുകളുണ്ടെന്നും അതിലേറ്റവും സുപ്രധാനമായ പേരാണ് മെസപ്പൊട്ടേമിയ എന്നും ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ അതിന് ശിനാർ ദേശമെന്നാണ് പറയുകയെന്നും അവിടെ വച്ചാണ് മനുഷ്യൻ അതുവരെ ഒരു ഭാഷ സംസാരിച്ചെന്നും പിന്നീട് ഭാഷ പിരിഞ്ഞ് പല തരത്തിലായെന്നും ആ സ്ഥലത്ത് നിന്ന് അബ്രഹാമിനെ ദൈവം ഏകസത്യ ദൈവത്തിൻ്റെ പ്രഘോഷകനായി കണ്ടെന്നും അബ്രഹാം അങ്ങനെ ദൈവശബ്ദം കേട്ട് ഇന്ന് ഇസ്രയേൽ എന്ന് വിവക്ഷിക്കുന്ന ഷാലോം എന്ന് അന്ന് പറയുന്ന രാജ്യത്തെത്തിയെന്നും അവിടെ വച്ച് മൽക്കീസദേക്കിനെ കണ്ടുമുട്ടിയെന്നും വരെയുള്ള ചരിത്രം പറഞ്ഞു. അവിടെ നിന്ന് ഇസ്രയേൽ മക്കൾ 14 തലമുറ കഴിയുമ്പോൾ, അബ്രഹാം മുതൽ 14 തലമുറ എത്തുമ്പോഴേക്കും രാഷ്ട്രം അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടന്നെന്നും മൊണാർക്കി രാജഭരണം അവിടെ ശക്തിപ്പെടുകയും അവിടെ ദാവീദിനെപ്പോലൊരു രാജാവ് ഉണ്ടാകുകയും ചെയ്തെന്നും, എന്നാൽ വീണ്ടും ഒരു 14 തലമുറ കഴിയുമ്പോൾ ചരിത്രത്തിൽ അവർക്കൊരു തിരിച്ചടി പിണഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്ത് അവരെത്തി എന്നും പറഞ്ഞ് നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചിന്തിച്ചു? ദ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് മെസപ്പൊട്ടേമിയ, ദെൻ ദ കോൾ ആൻഡ് കമ്മീഷനിങ് ഓഫ് ഏബ്രഹാം, ദെൻ ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ഇസ്രലൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. ഓർമ്മയുണ്ടോ? ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. പാടൻ വൈ നോട്ട്? ഒക്കെ വന്നു, നല്ല കാര്യം. എന്നാൽ ഈ ആദാം മുതൽ ബാബിലോൺ വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ചുകൂടെ ഒന്ന് പ്രതിപാദിച്ചു വിടാമെങ്കിൽ സന്തോഷമായിരുന്നു. പറയാം. നമുക്ക് ചരിത്രത്തിൻ്റെ ആവിർഭാവഘട്ടത്തിൽ നമ്മൾ അറിയുന്ന ബിബ്ലിക്കൽ ഹിസ്റ്ററി, അതിൽ ആദം, സ്ഥലം കൂടെ വരുമ്പോൾ ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഇങ്ങനൊരു തലമുറ നമുക്കറിയാം. കയീനും ഹാബീലും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ് അവിടെ ഒരു കാര്യം പഠിക്കണം.
ലോകത്തിലെ ആദ്യത്തെ കൊല തന്നെ മത തീവ്രവാദത്തിൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ കയ്യിനാണ് ആദ്യത്തെ ISISൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ പൂർവികൻ. കാരണം മതത്തിൻ്റെ പേരില്ല കൊല, ദൈവത്തിൻ്റെ പേരിൽ, ആരാധനയുടെ പേരിലാണ്. അപ്പോൾ കയ്യിൻ നാശഗ്രസ്തനായി, ശാപഗ്രസ്തനായി, ഹാബേൽ മരിച്ചു. അപ്പോൾ ദൈവം പകരം ഒരു മകനെ കൊടുത്തു. ആ മകനാണ് ശേത്ത്. ഒരു പ്രധാന വിഷയം കൂടെ ചേർത്ത് പറയാനുണ്ട്. നമ്മൾ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഈ ശേത്തൈറ്റ്സ് ആൻഡ് കൈനൈറ്റ്സ്, കയീൻ്റെ മക്കളും ശേത്തിൻ്റെ മക്കളും, ഈ തലമുറയെപ്പറ്റി പഠിക്കുമ്പോൾ ആദം മുതൽ 7ാമനായ ഹാനോക്ക് എന്നൊരു ക്യാരക്ടറെ കാണാം അല്ലേ. അത് തലമുറ വരുന്ന എവിടെ നിന്നാണ്? ആദം ശേത്തിന് ഏനോഷിൽ അങ്ങനെ വരുന്ന തലമുറയിൽ 7ാമൻ്റെ പേരാണ് ഹാനോക്ക്. ഇനി മറ്റൊരു തലമുറ വരുന്നുണ്ട് കയീനിലൂടെ. ആ തലമുറയിലെ 7ാമനുണ്ട്. അയാളുടെ പേര് ലാമക്ക് എന്നാണ്. ലാമക്ക്, ജ്യേഷ്ഠാനുജ മക്കൾ എന്ന് പറയാം. ഇതിൽ ഈ കയീനെ നമുക്ക് അങ്ങനെ തള്ളാൻ പറ്റിയ ഒരാളല്ല ചരിത്രത്തിൽ നിന്ന്. ചുമ്മാ ഒന്ന് പറഞ്ഞു പോകാൻ പറ്റിയ ആളല്ല. കാരണം കയീൻ്റെ ചരിത്രം വളരെ സ്പഷ്ടമാണ്. എന്ന് വെച്ചാൽ കയീൻ ഒരു പട്ടണം പണിതു. അപ്പോൾ ആദ്യത്തെ സിറ്റി ഈർ എന്നാണ് ഈ ഹീബ്രുവിൽ പറയുക, സിറ്റി. അത് കയീൻ പണിതാണ്. കയീനിൽ നിന്നാണ് ഈ സിറ്റി നഗരവൽക്കരണം, ഇത് തുടക്കം അവിടെ നിന്നാണ്. അവിടെ നിന്ന് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഈ ലാമക്കിലേക്ക് എത്തുന്നു ചരിത്രം. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു എന്ന് കാണുന്നു. ഒരുത്തിക്ക് ആദ എന്നും ഒരുത്തിക്ക് സില്ല എന്നും പേര്. അപ്പോൾ പോളിഗമി, ബഹുഭാര്യത്വം ആരംഭിക്കുന്നത് ലാമക്കിൽ നിന്നാണ്. മാത്രമല്ല അവിടെ പഠിച്ചാൽ രസാവഹമായൊരു കാര്യം കാണാം. ഒരു പോയട്രി, ഒരു കവിത നമുക്കവിടെ കാണാം. അതും ബൈബിളിലെ ആദ്യത്തെ കവിതയാണ്. ആ കവിത പാടുന്നത് ലാമക്കാണ്. അപ്പം അയാളാണ് ആദ്യത്തെ കവി. ഗാനരചയിതാവും കവി അദ്ദേഹമാണ്. അതിനുമ്പൊരു കവിതയൊന്നും കാണുന്നില്ല. ഉണ്ടായേക്കാം, നമ്മൾ കാണുന്നില്ല. ലാമക്കിന് 2 ഭാര്യമാരിൽ കൂടി നല്ല ചുണക്കുട്ടികളായ കുറേ കുഞ്ഞുങ്ങളാണ് ജനിച്ച്. ഒരുവൻ്റെ പേര് യാബാൽ എന്നാണ്. അയാളെപ്പറ്റി പറയുന്നു, പശുപാലകന്മാർക്കും കൂടാരവാസികൾക്കും പിതാവായി. അപ്പോൾ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന് അർത്ഥം. രണ്ടാമത് അവൻ്റെ സഹോദരൻ യൂബാൽ വേണുവും കിന്നരവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി. ദ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്, ആദ്യത്തെ കലാകാരൻ, സംഗീതജ്ഞൻ, സുഷിരവാദ്യം ഉപയോഗിക്കുന്ന ആൾ, കമ്പിവാദ്യം ഉപയോഗിക്കുന്ന ആദ്യത്തെ ആൾ, അത് യൂബാലാണ്. ഇനി ഒരാളുണ്ട് തൂബൽ കയീൻ. അയാൾ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്ക് പിതാവായി. അപ്പോൾ എത്ര നല്ലൊരു വീടും സെറ്റപ്പൊക്കെയാണെന്ന് ആലോചിച്ച്. അപ്പന് ഒരു പട്ടണം പണിതു. വല്യപ്പൻ പേര് കേട്ട ആളാണ്. കാരണം ആദ്യത്തെ കൊല നടത്തി. ആരും ഭയപ്പെട്ടു പോകുന്ന മതതീവ്രവാദിയാണ്. ആ തലമുറയിൽ ഒരുത്തൻ 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ ബഹുഭാര്യത്വമാണ്. ആ തലമുറയിലുണ്ടായ മക്കളൊന്നും മോശമല്ല, നല്ല ജനുസാണ്. കാരണം എന്താ? ഒരുത്തൻ കലാകാരൻ, ഒരുത്തൻ ആയുധക്കമ്പോളത്തിലാണ്, ഇനി ഒരാൾ മൃഗങ്ങളെ ഇണക്കി വളർത്തി, ഇനി അവിടുന്ന് കവിത പിറവി കൊണ്ടു. എന്താ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ നാഗരികത, സംസ്കാരം, സിവിലൈസേഷൻ, ഡെവലപ്മെൻറ്റ്, വെൽഫെയർ എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളുടെ എല്ലാം പൈതൃകം കയീനിലാണ്. ഭൗതികമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സകല സങ്കല്പങ്ങളുടെയും കേന്ദ്രം കയീനാണ്. കയീൻ എന്നൊരു ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിയാണ് ചരിത്രം വികാസം പ്രാപിക്കുന്നത് ഇന്ന് വരെ. ഇനി അപ്പുറത്തേക്ക് എടുക്കാം. അപ്പുറത്തുള്ളത് ശേത്തിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി അല്ലേ. പിന്നെ നമുക്ക് കാണുന്നത് ഒരു യാഗപീഠത്തിൻ്റെ നിർമ്മിതി.
പിന്നെ കാണുന്നത് പ്രവാചകൻ്റെ രംഗപ്രവേശമാണ് ഹാനോക്ക്. അപ്പോൾ ഒരിടം ആരാധന, യാഗപീഠം, പ്രവചനം ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു ജനറേഷൻ. അടുത്തൊരു ജനറേഷൻ ബഹുഭാര്യത്വം, കല, ആയുധ വിപണി, കൃഷി, ഇങ്ങനെ പോകുന്ന മറ്റൊരു കൾച്ചർ. അപ്പോൾ ഈ രണ്ട് കൾച്ചറുകൾ സമാന്തരമായി പോകുമ്പോൾ ഇതിൻ്റെ ഒഴുക്ക് ഒരിടത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ പറയാം. വളരെ വലിയൊരു ചിന്തയാണ്. അച്ഛനത് ചോദിച്ചത് പ്രത്യേകിച്ച് നന്ദി. കാരണം ഈ കവിതയിലൊരു ദുരൂഹത നിൽക്കുന്നു. ഈ കവിത എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപാരമായ കഴിവുണ്ടെങ്കിലേ കവിത എഴുതാൻ പറ്റും. നമ്മൾ കേൾക്കുന്ന പലതും കവിതയല്ല. നമ്മൾ കേൾക്കുന്നതൊക്കെ പദ്യങ്ങളാണ്. പദ്യത്തിനൊരു മെഷർമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് വൃത്തവും താളമൊക്കെ വെച്ച് എഴുതുന്ന സാധനമാണ് പദ്യം. അതായത് ഈ പദ്യം എഴുതുന്ന ആളിൻ്റെ മുമ്പിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ചെങ്കടൽ കടന്നതോ, അയാൾ ഓൾറെഡി ലേൺഡാണ്, സംഗതി പഠിച്ചിരിക്കുന്നു. മുമ്പിലൊരു സംഭവമുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ചെങ്കടൽ കടന്നതോ, അതല്ലെങ്കിൽ കാനാവിൽ കല്യാണം നടന്നതോ, അതായത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സംഭവം, വയനാടോ മുത്തങ്ങയോ ഇപ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു സംഭവം അയാളുടെ ഉള്ളിലുണ്ട്. അതാണ് കവി. അതിനെ ഒരു കഥയെ പുള്ളി പാട്ടാക്കി മാറ്റുകയാണ് ഒരു സംഭവത്തെ. പക്ഷെ കവിക്ക് അങ്ങനല്ല. കവിയുടെ മുമ്പിലൊന്നുമില്ല. അയാൾക്ക് കടലും ഇല്ല, കരയും ഇല്ല. നമ്മൾ ചിലപ്പോൾ ഈ ടൂറിനൊക്കെ പോയിട്ട് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ട് പറയാം കവിത, അവിടെ ഒന്നും ഇരുന്നാൽ കവിത എഴുതാനൊന്നും പറ്റില്ല. കവിത മറ്റൊരു പ്രചോദനമാണ്, എക്സ്റ്റേണലായൊരു ഇൻസ്പിറേഷനാണ്. അതെല്ലായ്പ്പോഴും പറ്റില്ല. അത് ചിന്തയ്ക്കപ്പുറത്താണ്. നമ്മളെല്ലാം കവിത എന്നൊക്കെ പറയുന്നതും കഥ എന്ന് പറയുന്നതും കവിതയും കഥയും തമ്മിൽ, പോയിട്രിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പക്ഷെ ഇതൊരു കവിതയാണ്. ഈ കവിതയിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ആദയും സില്ലയുമായുള്ളവരെ വന്നു കേൾപ്പി, ലാമെക്കിൻ ഭാര്യമാരെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുവിൻ. ഉൽപ്പത്തിയിലുള്ള കേട്ടോ. എന്നിട്ട് അടുത്താണ് രസം. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്താൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി. ഇങ്ങനെയാണത്. ഇതെത്ര വായിച്ചാലും ഇയാൾ ഈ പാടുന്ന പാട്ടിനകത്ത് മുറിവ്, പരിക്ക്, യുവാവ്, കൊല്ലും, തല്ലും എന്നൊക്കെയാണ്. ഇതാരെ തല്ലുന്ന കാര്യമാണ്? ആരെക്കുറിച്ച് അയാളെ എയിം ചെയ്യുന്ന ആരെയാ? നിങ്ങൾ ഉൽപ്പത്തി മുഴുവൻ വായിച്ചാൽ ഈ ആളിനെ പിടികിട്ടത്തില്ല. എന്താണ് ഈ കവിത എന്നൊരു പിടിയും കിട്ടത്തില്ല. പക്ഷെ ബൈബിളിലും സ്ഥാനം പിടിക്കത്തക്ക വിധം ആ കവിത വന്നെങ്കിൽ അതിലൊരു കാര്യമുണ്ട്, അല്ലേ? ഉണ്ട്. അപ്പം ഇയാൾ ആരെ എയിം ചെയ്തു? ഇയാൾ ആരെ അഡ്രസ്സ് ചെയ്തു? ഇത്രയും കരുത്തനായ അപ്പനെ ആരാണ് മുറിവേൽപ്പിച്ചത്? കാരണം ചെമ്പും ഇരുമ്പും കൊണ്ട് ആയുധം തീർക്കുന്നവർക്ക് പിതാവായിട്ട് തീർന്ന ആളാണ്. വലിയ കുലമഹിമയുള്ള ആളാണ്, കരുത്തനാണ്, ധൈര്യശാലിയാണ്. കൈനാണെൻ്റെ മുത്തശ്ശനെന്ന് അഭിമാനപുരസരം പറയുന്ന ആളാണ്. ഇയാളെ ആരാണ് മുറിപ്പെടുത്തിയത്? അപ്പോൾ സൂക്ഷ്മാംശങ്ങളിൽ പഠിച്ച യൂദാലേഖനത്തിൽ നിന്നൊരു ഉത്തരം കിട്ടും. എന്താ തന്നെ അറിയണ്ടേ? ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് പ്രവചിച്ചു. ഹാനോക്ക് സമകാലികരെക്കുറിച്ച് പ്രവചിച്ചു. എന്താ പ്രവചിച്ചതെന്ന് അറിയണ്ടേ? ഇതാ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവണതകളും നിഷ്ഠൂരങ്ങളും നിമിത്തം കർത്താവ് ഇവരെ വിധിപ്പാൻ 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ഒറ്റവാക്കി പറഞ്ഞാൽ ഹാനോക്കിൻ്റെ പ്രവചനം അധർമ്മം, അസത്യം, ധാർമ്മികതപ്പതനം ഇതിനെതിരെയാണ്. ഇതിനെതിരെ പ്രവചിച്ചപ്പോൾ ആ പ്രവചനത്തിൻ്റെ മുന കൊള്ളുന്നത് കൈനൈഡ്സിനാണ്. മനസ്സിലായി പറഞ്ഞേ? കൈനൈഡ്സ് ലീഡ് ചെയ്ത തെറ്റായ ജീവിത പ്രവണതകളെ ഹാനോക്ക് വിമർശിക്കുന്നതായിട്ടാണ് പ്രവചനത്തിൽ കാണുന്നത്. ആ പ്രവചനം മുഴുവൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവണതകളും നിമിത്തം, ദൈവത്തിന് നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം കർത്താവ് നിന്നെ വിധിപ്പാൻ വന്നിരിക്കുന്നു. പ്രവാചകൻ അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് വരാനിരിക്കുന്നതും ഭൂതകാലത്തിലായിരിക്കും മിക്കപ്പോഴും പ്രവാചകൻ പറയുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അന്ന് യേശു ജനിച്ചില്ല. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്തേ പറയാൻ കാരണം? അതാണ് അതിൻ്റെ ഉറപ്പ്. ആ വിഷയത്തിൻ്റെ ഉറപ്പാണ്. കർത്താവ് ഇതാ നിന്നെ ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു.
ഈ വാക്കുകൾ ഈ ലാമെക്കിന് മുറിവായി. എന്തിനെതിരെ പ്രവചിച്ച്? മക്കളുടെ വഴിവിട്ട ജീവിതത്തിനെതിരെ, അയാളുടെ അധർമ്മത്തിനെതിരെ, നാട് കടന്നു പോകുന്ന ദൈവനിരാസത്തിനെതിരെ. അപ്പുറത്ത് ചെറിയൊരു യാഗപീഠം, അപ്പുറത്ത് ചെറിയ കുറേ പ്രാർത്ഥന മനുഷ്യർ. അവരുടെ എണ്ണം ദുർബലമാണ്, അവർ ശക്തരല്ല. അവരുടെ ജീവിതവും ഒക്കെ കാട്ടി ഇപ്പുറത്ത് ഒരു കമ്പാരിസൺ നടത്തിയിട്ട് പറയാണ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ആ വിമർശനം, ഹാനോക്കുണ്ടാക്കിയ ആ സംസാരം, ആ പ്രസംഗം ലാമേക്കിനെ മുറിപ്പെടുത്തി. ലാമേക്ക് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, കൊന്നു അങ്ങ് തീർത്തേക്കാം, പകരം ഒരു യുവാവിനെ കൊല്ലും, പകരം ഒരുത്തനെ മുറിപ്പെടുത്തും. അപ്പോൾ വധഭീഷണി ഒരു പുതിയ വിഷയമല്ല, അത് ആദ്യം കിട്ടിയ ആളാണ് ഹാനോക്ക്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി കേട്ടാ, കൊല്ലുമെന്നൊരുത്തൻ ഉറപ്പിച്ചപ്പോൾ, അവൻ്റെ അപ്പൻ അത് ചെയ്ത് ശീലമുണ്ടെന്നുള്ള തെളിവ് കൂടി വെച്ചപ്പോൾ, 77 ഇരട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ഈ വെല്ലുവിളി സ്വീകരിച്ചു. എന്നിട്ട് പറയുക, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ നാഗരികതയും ഒക്കെ തകർന്നിട്ട് ഹാനോക്കിലൂടെ ഒരു പുതുതലമുറ രൂപപ്പെട്ടു വന്നു. അത് നോഹയിലെത്തുന്നു, നീതിപ്രസംഗിയായ നോഹയിലെത്തുന്നു. ആ നോഹയുടെ കാലത്ത് പ്രളയം രൂപപ്പെടുന്നു. ആ പ്രളയത്തിൽ മനുഷ്യരാശി നശിക്കുന്നു. നമുക്കതറിയാം. പെട്ടകം അവർക്ക് രക്ഷയൊരുക്കുന്നു. എന്നിട്ട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 6 2 8 പേരെയാണ്. നോഹ, ഭാര്യ, 3 മക്കൾ, അവരുടെ ഭാര്യമാർ, 8 പേര്. ഈ 8 പേർ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നു. ഈ 8 പേരുടെ ചരിത്രവും രസാവഹമാണ്. അതിൽ 6 പേരെ എടുത്താൽ മതി. 3 പുരുഷന്മാർ, ശേം, ഹാം, യാഫേത്ത്. ലോകം മുഴുവൻ നിന്നുള്ള മനുഷ്യർ ബൈബിളിൻ്റെ വംശശാസ്ത്ര വീക്ഷണമനുസരിച്ച് ഇവരുടെ മക്കളാണ്. ബിബ്ലിക്കലി അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. അതിൽ സേമിൻ്റെ കൊച്ചുമക്കളെ സെമിറ്റിക് എന്നും, ഹാമിൻ്റെ കൊച്ചുമക്കളെ ഹാമിറ്റിക് എന്നും, യാഫത്തിൻ്റെ കൊച്ചുമക്കളെ ഇൻഡോ യൂറോപ്യൻ അഥവാ യാഫറ്റിക്, നമുക്ക് ബിബ്ലിക്കലി യാഫറ്റിക് എന്ന് പറഞ്ഞാൽ മതി, ഇൻഡോ യൂറോപ്യൻ എന്നും പറയുന്നു. അപ്പോൾ ഷേമിൻ്റെ സന്താന പരമ്പരകൾ പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ വാസമുറപ്പിച്ചു. അർത്ഥാൽ നമ്മൾ ജൂതന്മാരെന്നും അറാബ്സ് എന്നും ഒക്കെ പറയുന്ന ഒരു സംസ്കാരമാണ് അവരുടേത്. ഏതാണ്ട് 10-30ഓളം ദേശീയതകൾ അതിനകത്തുണ്ട്. ജൂതന്മാരുടേത്, ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരുടേത്, ഉഗാററ്റിക് എന്നൊരു കൾച്ചറുണ്ട്. പിന്നെ ഈ പറഞ്ഞ അറാബ്സ് ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് ഏതാണ്ട് റൈറ്റ് ലെഫ്റ്റ് ലാംഗ്വേജസ്, വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുന്ന ഭാഷ, സംസ്കാരവും ഒക്കെയായി ഒരു കൂട്ടം ആളുകൾ. നോഹ അവരെ ബ്ലസ് ചെയ്യുന്നുണ്ട്. ദൈവം, ഷേമിൻ്റെ ദൈവമായ യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. പിന്നെ യഹോവ യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. ഈ 1ാമത്തെ നിരയിലുള്ളതാണ് ഷേമിൻ്റെ സന്താന പരമ്പരകളെങ്കിൽ, 2ാം നിരയിൽ വരുന്നതാണ്, തൊട്ടടുത്ത് വരുന്നതാണ് യാഫറ്റിക്. യാഫറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആര്യന്മാരും അതുപോലെ തന്നെ പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ, ഇവരെയാണ് പൊതുവിൽ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജസും ഇതൊക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയിലെ സംസ്കൃതം എന്ന് പറയുന്നൊരു ഭാഷയോട് വ്യാകരണ സംബന്ധിയായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, തൊട്ട് നിൽക്കുന്നത്, സിമിലർ എന്ന് പറയാവുന്ന വ്യാകരണമാണ് ഗ്രീക്കിൻ്റെ വ്യാകരണം. കാരണം ഈ ഭാഷ തമ്മിൽ വ്യാകരണ സിദ്ധാന്തം ഏറ്റവും ഒരു നിര നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ ദൈവസങ്കല്പം എടുത്താലും മറ്റ് പല കാര്യങ്ങളിലുമെല്ലാം ഒരു ഏകീകരണം ഇന്ത്യയിലെ ആര്യന്മാരും ഒക്കെ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കൂട്ടരാണ് പാശ്ചാത്യർ, നമ്മൾ സായിപ്പ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിലെ ആളുകൾ. ഇനി മംഗോളിയരും അങ്ങനെ തന്നെയാണ്. മംഗോളിയൻസ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെയുള്ള, നമ്മുടെ നോർത്ത് ഈസ്റ്റ് വരെയുള്ള ആളുകൾ ആ മംഗോളിയൻ സ്റ്റോക്കിൽ പെടുന്നവരാണ്. ഇതാണെങ്കിൽ ഹമിറ്റിക്കാണ് അടുത്തത്, ഹാമിൻ്റെ കൊച്ചുമക്കൾ. അവർ അർത്താൽ ആഫ്രിക്കൻസ്, ഇന്ത്യയിലെ ദ്രവീഡിയൻസ്, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പാകിസ്ഥാനികൾ, അവിടെയൊക്കെയുള്ള മനുഷ്യർ മഹാഭൂരിപക്ഷം ദ്രവീഡിയൻസാണ്. ഈ 3ആയിട്ട് ഇവർ പിരിഞ്ഞു പോവുകയാണ്. ഈ 3 തരം ജനതയ്ക്കകത്ത് നിന്ന് വീണ്ടും 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 പിരിഞ്ഞു പോവുകയാണ്. അവരെ തമ്മിൽ ഏകീകരിക്കാനുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഒന്ന് ഒരുമിച്ച് കൂട്ടാം.
അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ ഒന്നായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. അതൊക്കെ പൊളിഞ്ഞുപോയി. പിന്നെ ഒരെണ്ണമാണ് നമ്മുടെ അടുത്ത കാലത്ത് കാണുന്ന ഐക്യരാഷ്ട്രസഭ. അവിടെയൊക്കെ ജോലിയുള്ളവരെ കൊണ്ട് പിണങ്ങരുത്. ഐക്യരാഷ്ട്രസഭയിലെ സെക്രട്ടറി ജനറലാണ് ലോകത്ത് ഏറ്റവും അധികം പണം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഏറ്റവും വലിയ സാലറി അദ്ദേഹത്തിൻ്റെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? നമുക്കെതിരെ പാകിസ്ഥാൻ ഇങ്ങോട്ട് മിസൈൽ അയക്കുന്ന കേട്ടാൽ പുള്ളി ആസ്ഥാനത്തിരുന്നൊന്ന് നടുങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇതിനാണ് ഈ ശമ്പളം എല്ലാവരും വാങ്ങുന്നത്. മനസ്സിലായില്ലേ? ലോകത്തെവിടെങ്കിലും തീവ്രവാദം നടന്നാൽ, ആക്രമണം നടന്നാൽ, ഉക്രൈനും റഷ്യയും തമ്മിൽ ആക്രമണം നടത്തിയാൽ അപലപിക്കുന്നതിന് ഈ ക്യാഷെല്ലാം വാങ്ങുന്നത്. അപ്പോൾ ഇത്തരം ശ്രമങ്ങളെല്ലാം പാതി വഴിയിൽ പെട്ടുപോയി. ഞാൻ ക്രൈസ്തവയിൽ നടത്തിയൊരു മീറ്റിങ്ങിൽ ഇത് സംസാരിക്കും. നമ്മുടെ മാമൻ ചെമ്പശ്ശേരി അച്ഛനുണ്ടായിരുന്നു അല്ലേ? ബാബുച്ചാൻ അറിയാം. ഞാനിത് പറഞ്ഞു. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനാണ്. ഞാനിത് അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ അദ്ദേഹം പിന്നെ വന്നിട്ട് അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു. ഐക്യരാഷ്ട്രസഭയുള്ളതുകൊണ്ടുള്ള ഗുണമൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞെട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ആ കാര്യം ഉറപ്പാണ്. അപ്പം ഞങ്ങൾ പാസ്റ്റർമാരല്ലേ, അപ്പോൾ ഞങ്ങൾ ഈ ശാസ്ത്രവും ചരിത്രമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പരിമിതി ഉണ്ടാവും. ഈ ഐൻസ്റ്റീനെ പറ്റി ഞാനിടത്ത് പറഞ്ഞു, ഈ സീക്വൽ ടു MC സ്ക്വയറും പറഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ സയൻസ് അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഇതൊക്കെ പണ്ടേ പോയി, കാരണം ആറ്റം ബോംബിൻ്റെ തത്വം ഇതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞേ. അപ്പോൾ സയൻസ് നന്നായിട്ടറിയാവുന്ന ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇതൊക്കെ പോയിട്ട് മലയാളിയായ കോട്ടയംകാരനായ EC ജോർജ് സുദർശൻ എന്നൊരു സയൻറ്റിസ്റ്റ് ഈ പ്രകാശവേഗത്തേക്കാൾ വലിയ വേഗമുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയാണെങ്കിൽ ആറ്റം ബോംബ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, പൊട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു മാപ്പ് തന്നുകൂടെ എന്ന് ചോദിച്ചു. ഐൻസ്റ്റീൻ തെറ്റാന്ന് പറഞ്ഞാലും ആറ്റം ബോംബ് ഒരു കുഴപ്പമില്ലാതെ സ്ഫോടനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനകത്തൊരു ശരിയുണ്ട്, പോട്ടെ. അപ്പോൾ ഇനി ഇവരെല്ലാം പിരിഞ്ഞു പോയി. എന്നാലേ ഒരു മറുവശമുള്ളത്, ഈ ശ്രമം പാടെ പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത എന്താണ്? അതിന് കാരണം ഒന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ ഏറ്റവും വിജയിച്ചത് സുവിശേഷമാണ്, യേശുവിൻ്റെ സുവിശേഷം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 8, 9, 10 ഈ 3 അധ്യായങ്ങൾ പഠിക്കണം. 3 മാനസാന്തരങ്ങൾ കാണാം. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഷണ്ണനെയാണ്. 9-ാം അധ്യായത്തിൽ സെയിൻറ്റ് പോളിനെയാണ്. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനെയാണ്. ഈ 3 പേര് ഇവിടെ നിന്നാണ്. ഷണ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹമിറ്റിക്ക് ബാക്ക്ഗ്രൗണ്ടാണ് അല്ലേ? ഹാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഷണ്ണൻ എന്ന് പറയുക. അയാൾ എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയാണ്. 2-ാമത്തെ ആൾ ശേമ്യനായ പൗലൂസാണ്. 3-ാമത്തെ ആൾ ഇറ്റാലിയനായിട്ടുള്ള കൊർന്നല്യോസാണ്. ഈ 3 പേരെയും കൂടി ഒരുമിച്ച് കൂട്ടി രൂപീകരിച്ച് വിജയിപ്പിക്കാൻ തെളിയിച്ച മാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് നോഹ വരെ എത്തി. നോഹയിൽ നിന്ന് അടുത്ത 10 തലമുറയിൽ അബ്രഹാമിനെ എത്തി. അപ്പോൾ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ഒരു ലൈനേജ് നമുക്ക് കൃത്യം കിട്ടുന്നുണ്ട്. അബ്രഹാമിലേക്ക് എത്തുമ്പോൾ അതിനെ ഒരു സമൂഹം എന്ന നിലയിൽ ഒരു മൊണോത്തയിസം, ഏകസത്യ ദൈവത്തിൻ്റെ പ്രചാരകനായി, അതിൻ്റെ വക്താവായി ദൈവം വിളിക്കുന്നു. എങ്കിലും ഏകസത്യ ദൈവബോധമുണ്ട്. പക്ഷെ പ്രബലർ ആരായിരുന്നു? ബഹുദൈവ വിശ്വാസികളായിരുന്നു. പാപത്തിൻ്റെ ശക്തിയും അതിൻ്റെ സ്വാധീനവും കൊണ്ട് അവർ പ്രബലരായിരുന്നെങ്കിലും സത്യവിശ്വാസത്തിൻ്റെ ആ കണ്ണി അറ്റുപോകാതെ അബ്രഹാമിലേക്ക് എത്തുന്നു. അബ്രഹാമിലൂടെ പുഷ്ടിപ്പെടുന്നു, ശക്തിപ്പെടുന്നു. അത് പിൽക്കാലഘട്ടത്തിൽ മോശയുടെ കാലമെത്തുമ്പോൾ അതിന് ഫ്രെയിം ഉണ്ടാകുന്നു. തോറ, ന്യായപ്രമാണം കിട്ടുന്നു. അത് ആർജിച്ച ജനം പിന്നെ വന്ന് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ ആ രാഷ്ട്രത്തിൽ ദൈവികത, തെയോക്രസി രൂപപ്പെടുന്നു. അത് വീണ്ടും ഏതെങ്കിലും കാരണത്താൽ മിസ്യൂസ് ചെയ്തപ്പോൾ പകരം മൊണാർക്കി അഥവാ രാജഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ രാജഭരണം സോളമൻ്റെ കാലമെത്തുമ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. മക്കളുടെ കാലമെത്തുമ്പോൾ കൂടുതൽ പ്രശ്നമാകുന്നു. ഒടുക്കം ഇവരെ കൂടുതൽ അച്ചടക്കം പഠിപ്പിക്കേണ്ടതിന്, കരുത്തരാക്കേണ്ടതിന് പഴയ സ്ഥലത്തേക്ക് തിരിച്ചിടുന്നു. അതായത് ബാബിലോണിൽ കൊണ്ടിടുന്നു. അതാണ് ആ കൃത്യമായിട്ടുള്ള ലൈൻ. അങ്ങനെയാണ്. ഏകദേശം എത്തിയോ? മനസ്സിലായി. ഇതൊക്കെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. നന്ദി. അവിടെയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ദൂരെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കുറഞ്ഞ പക്ഷേ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഏതാണ്ടൊക്കെ പറയുന്നു എന്ന് മനസ്സിലായി. മതി, ഞാൻ തൃപ്തനാ. മതി, നിങ്ങളിവിടെ ഉണ്ടല്ലോ, അതാണ്. കേൾക്കാമോ? അവിടെയൊക്കെ കേൾക്കത്തില്ല. ഇവിടെ കയറി ഇരിക്കാൻ പറയാനാ? അതിനാ കേൾക്കാം. നന്നായിട്ട് കേൾക്കാം. താങ്ക് യു. അപ്പോൾ നല്ല രീതിയിലായി സൗണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ബാക്കിയിലേക്കൊന്ന് പോകാം. ബാബിലോണിൻ്റെ മനോഹാരിതയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു രസകരമായൊരു കാര്യം കൂടി പറയാം. ഈ രാജാവ് തനിക്ക് ക്യാപിറ്റൽ സിറ്റി പണിതൊക്കെ പറഞ്ഞല്ലോ, സിറ്റി ഓഫ് ബാബിലോൺ. അവിടെ തന്നെ മനോഹരമായ ഒരു കൊട്ടാരം പണിതിരുന്നു. ഒരു മല പ്ലാൻ ചെയ്ത് അത് 3 നിലകളുള്ള മട്ടുപ്പാവോട് കൂടിയ ഒരു മനോഹര ഉദ്യാനമാക്കി മാറ്റി. രാജാവ്
ഒരു വനവാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ അവൾക്ക് ഈ നാഗരികത രസിക്കാതെ വന്നപ്പോൾ അവളുടെ സന്തോഷത്തിന് പണി കഴിപ്പിച്ചതാണ് ഈ ഉദ്യാനം. അതിൻ്റെ ഒന്നാം നിലയിൽ ഈ മരങ്ങളൊക്കെ നട്ടുവച്ചു, രണ്ടാം നിലയിൽ ഇതുപോലെ തണൽ മരങ്ങളും അഴകുള്ള വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ നട്ടുവച്ചു. 10 അടി വിസ്തൃതിയുള്ള ചുറ്റുകോവണി കൊണ്ട് ചുരം കണക്കെ ഇതിൻ്റെ മുകളിലെത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവിടെ മട്ടുപ്പാവും കൊട്ടാരവും ഒക്കെ ഉണ്ടാക്കി. അവിടെ ഉലാത്തിക്കൊണ്ടാണ് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനം, ഞാൻ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയ മഹതിയാം ബാവേലല്ലയോ ഇത് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആണുങ്ങളൊക്കെ എത്രയോ അല്പന്മാരാണ് ലോൺ എടുത്ത് ഒരു വണ്ടിയോ കാറോ വീടോ ഒക്കെ എടുത്തിട്ട് പറയും, നോക്കടി ഞാൻ മേടിച്ചതല്ലേ. രാജാവ് ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയൊക്കെ ചെയ്തേച്ചായി പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇതൊക്കെ ചെയ്തെന്ന്. എനിവേ എന്തേലും ആട്ടെ, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ 100 അടി വിസ്തൃതിയുള്ള ചുറ്റുമതിലിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഇത് തൊട്ടടുത്താണെന്ന് തോന്നും. അങ്ങനെ അതിൻ്റെ നിർമ്മിതി തൊട്ടടുത്ത്, അതിൻ്റെ ഉയരം അത്രയും വലുത് 450 അടിയോളം ഉയരം ഉണ്ടെന്നാണ്. മലയല്ലേ, അത് പ്ലാൻ ചെയ്തെടുത്താണ്. ഇതിന് മുകളിലേക്ക് അടിമകളെ കൊണ്ട് ചക്രം ചവിട്ടി വെള്ളം കയറ്റി പല തട്ടുകളിലാക്കി മുകളിൽ ഒരു ജലധാരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്ന പൗരാണിക ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിലൊന്നാണ് ദ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ. ഇതൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഇത്ര ഭംഗിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെങ്കിൽ അയാളുടെ കൊച്ചുമകൻ പേരക്കിടാവായ ബേൽശസ്സർ അധികാരത്തിലെത്തി. അതിനിടയ്ക്കുള്ള സംഭവമൊക്കെ ഉണ്ട്, ഒക്കെ ഞാൻ വിട്ടു. ഒന്ന്, ഇദ്ദേഹം ഒരു രോഗം വന്നിട്ട് മൃഗമായി എന്ന് തോന്നിയിട്ട് പുല്ല് തിന്നു. ഒരു മാനസികാവസ്ഥയാണ്, പുല്ല് തിന്നു, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ 7 കൊല്ലം ഈ പുള്ളിക്ക് പറ്റൊക്കെ പറ്റി. ഇവിടെ ഈ ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി ശൈലി പഠിച്ചു. ഈ ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ എതിരാളി ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളെന്താണ് പ്രകോപിതനാകാത്തതെന്ന്. അത് ഈ ദാനിയേൽ ശരിക്കും പഠിച്ച ശേഷമാണ്. കാരണം ദാനിയേലൊരു കാര്യം പറഞ്ഞാൽ വളരെ രസകരമാണ്. രാജാവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് പറയും. എങ്ങനെയാണ് പറയുന്ന അറിയണ്ടേ? തിരുമനസ്സേ അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. അത് കേട്ടാലേ നമുക്ക് ജീവിക്കാൻ തോന്നും, അല്ലേ? ദീർഘായുസ്സായിരിക്കട്ടെ. പക്ഷേ അധ്യായം തീരുമ്പോഴേക്ക് പറയുക, അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. മനസ്സിലായില്ലേ? ഈ നെബൂഖദ്നേസറോട് പറഞ്ഞു, അച്ഛൻ തന്നെയാ തങ്കം കൊണ്ടുള്ള തല, എന്തൊരു ഐശ്വര്യം അച്ഛാ, എന്തൊരു സമൃദ്ധി അച്ഛാ. പക്ഷെ ആരും കേൾക്കാതെ കാതിൽ പറഞ്ഞു, അച്ഛാ പക്ഷേ ഒരു 7 കൊല്ലം പുല്ല് തിന്നുമെന്ന്. ഒന്നുമില്ല അച്ഛാ, 7 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ മാറും, എല്ലാം നമ്മളിതൊക്കെ നേരിടാൻ പഠിക്കണമെന്ന്. സാരമുള്ള കാര്യമൊന്നുമല്ലെന്ന്. നെബൂഖദ്നേസറിന് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ രംഗം ഓർക്കാറുണ്ട്. ഈ നെബൂഖദ്നേസറിനെ നമ്മളൊന്ന് കാണാൻ ചെല്ലുകയെന്ന് വെച്ചോ. കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്ത് ചെയ്യും സാറ്? അതേ, പിണ്ണാക്ക് കലക്കി കൊടുത്തേ ഉള്ളല്ലോ, തിന്നുകൊണ്ടിരിക്കുക, അപ്പോൾ വിളിക്കരുത്. പുള്ളിക്ക് ഇഷ്ടമല്ല പിണ്ണാക്ക് തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ആരും വിളിക്കുന്ന ഇഷ്ടമല്ല. പുല്ലരിയാൻ വേണ്ടി പിള്ളേർ പോയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ എത്തിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യൻ സമയം രാവിലെ 7:50 ചിക്കനും ചപ്പാത്തിയും കഴിച്ചവൻ വൈകിട്ട് 8 മണിക്ക് ഡിന്നറിനിരുന്നപ്പോൾ ദൈവം പുല്ല് തീറ്റിച്ച്. ഇതിപ്പോഴൊക്കെ എന്തോ സന്തോഷമല്ലേ? അവൻ്റെ പേരക്കിടാവാണ് ബേൽശസ്സർ, മകനല്ല. ഈ മകനെന്ന് പറയുന്നത് പലതും ഡയറക്റ്റ് മകനല്ല, ബൈബിളിൻ്റെ ഒരു ശൈലിയാണ്. ഈ പേരക്കിടാവിനെ മകനെന്ന് വിളിക്കും. ഒരപ്പന് ശേഷം ശ്രദ്ധേയനായൊരു മകൻ വന്നാൽ ഇവരെ രണ്ടുപേരെയും ചേർത്ത് മകൻ അപ്പൻ എന്ന് പറയും. അങ്ങനെ ശൈലിയുണ്ട്. ഈ നിരീശ്വരന്മാർക്കൊന്നും അതറിയില്ല. അവർ ഇതെന്താണെന്നറിയാതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കാരണം. ബൈബിളിൻ്റെ ഒരു എഴുത്ത് ശൈലിയുണ്ട്, അത് പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ ബേൽശസ്സർ അധികാരത്തിലെത്തുമ്പോൾ അയാൾക്കൊരാഗ്രഹം, തൊട്ടടുത്ത് കിടക്കുന്ന പേർഷ്യ ആക്രമിക്കണം. പേർഷ്യ നമ്മൾ വിളിക്കുന്നത് ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. അവിടെ ആക്രമിക്കണം. അവിടെ നിന്ന് ഭരിക്കുന്നത് നമ്മളറിയുന്ന സൈറസ് എന്നൊരു രാജാവാണ്. കോരശ്, മലയാളം ബൈബിളിൽ കോരശ്. അത് പറയുമ്പോൾ തന്നെ ബൈബിളിലെ മലയാളം പേരുകളാണ് കൃത്യമായിട്ടുള്ളത്, ഇംഗ്ലീഷ് പേരല്ല കേട്ടോ. നമ്മൾ ധരിച്ചിരിക്കുന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കറക്റ്റൊന്നും അതല്ല, മലയാളം പേരാണ് കറക്റ്റ്. യേശു തൻ്റെ ശിഷ്യനായ മത്തായിയെ വിളിച്ചത് മത്തായി എന്നാണ്, മാത്യു എന്നല്ല. യേശു തൻ്റെ ശിഷ്യനായ പൗലോസിനെ വിളിച്ചത്, പത്രോസിനെ വിളിച്ചത് പട്രോസ് എന്നാണ്, പീറ്റർ എന്നല്ല. ലൂക്കോസ് ശിഷ്യനല്ല, ലൂക്കോസിനെ ശരിക്കും അറിയപ്പെടുന്ന ലൂക്ക് എന്നല്ല, ലൂക്കോസൻ തന്നെയാണ്. OS തീരണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മൂലഭാഷയോട് പേര് കൊണ്ട് നീതി പുലർത്തുന്ന ആരാ? നമ്മുടെ മലയാളം ബൈബിളാണ്. സന്തോഷമില്ല ഈ മലയാളം ബൈബിൾ കിട്ടിയില്ലേ? കോട്ടയംകാർക്ക് സന്തോഷമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥമുണ്ടോ? നാടിനെ മാറ്റിമറിച്ച വിപ്ലവാത്മകമായ മാറ്റം വരുത്തി ഇതാണ്.
ബാബുശാനൊക്കെ പറയാറുണ്ട് പള്ളിയല്ല പള്ളിക്കൂടം പണിയണമെന്നൊക്കെ അല്ലേ. ഒന്നുമല്ല, നമ്മളാ മാറ്റിയത്. നമ്മളാണ് ഈ നാടിൻ്റെ മുഴുവൻ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം ഈ പുസ്തകമാണ്. ഇവിടെ ഈ അഭിമാനത്തോടെ പറയണം, തലയുയർത്ത് നിൽക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒക്കെ ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് കിടക്കണില്ല. ഏതായാലും പറഞ്ഞു വന്നത് ഈ സൈറസ് അല്ലെങ്കിൽ കോരശ്. കോരശ് ഒരു നേരെ പോകുന്ന മനുഷ്യനാണ്. അല്ലെങ്കിൽ ഈ പാർസി മതം ഒരു ഡീസൻറ്റ് മതമാണ്. അത് അലമ്പൊന്നുമില്ല പോകുന്ന, മറ്റേ ആരെയും ദ്രോഹിക്കാതെ പോകുന്ന ആൾക്കാരാണ്. പാർസികളെയൊക്കെ ഗൾഫിലും ഒക്കെ ചെന്ന് പരിചയപ്പെട്ടവർക്ക് വലിയ സമ്പന്നരാണ്, പക്ഷെ ഡീസൻ്റാണ്. അവരാരും അന്യരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഏകദൈവ വിശ്വാസമാണ്. ഒരു ദൈവം. ആ ദൈവം അവർക്ക് അഗ്നിയാണ്. അഗ്നിയെ ദൈവത്തിൻ്റെ പ്രതീകമായി കണ്ട് ആരാധിക്കുന്നവരാണ്. അഗ്നിയുടെ എല്ലാ ഭാവങ്ങളെയും ദൈവമായി കണ്ടു. ഒരു ഐക്കണോഗ്രാഫി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അഗ്നിയുടെ പ്രതീകങ്ങളെ ഐക്കണുകളായി കണ്ട് അവരാരാധിക്കും. അവരുടെ ദേവൻ്റെ പേര് രസകരമാണ്. അവരുടെ ദേവൻ്റെ പേര് അഹൂര മസ്ദ എന്നായിരുന്നു. പേർഷ്യക്കാരുടെ ദേവൻ്റെ പേരെന്താ? ദൈവത്തിൻ്റെ പേര് അഹൂര മസ്ദ. ഇവിടെ നാട്ടിൽ വണ്ടി ഉണ്ടായിരുന്നല്ലോ, സ്വരാജ് മസ്ദ. അതൊക്കെ പേർഷ്യക്കാരുടെയാണ്. മസ്ദ എന്ന് പറയുന്നത് അതൊക്കെ ഗോഡിൻ്റെ പേരാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവിടുത്തെ പിശാചിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവിടെ പറയാം. കൃപാവരമൊക്കെ ഉള്ളവർക്ക് പ്രയോജനപ്പെടും. അതുവഴി പോവുകയാണെങ്കിൽ ശാസിക്കണമെങ്കിൽ ഇതിരിക്കട്ടെ. എന്താ ഇവിടുത്തെ പിശാചിൻ്റെ പേര്? അഹ്റിമാൻ എന്നായിരുന്നു. എങ്ങനെയാ? അഹ്റിമാൻ. ഇത് ഞാൻ പറഞ്ഞത് ഇനി കൃപാവരം എന്നല്ല, ചില ഘട്ടത്തിൽ നമ്മളെല്ലാം അങ്ങ് ശാസിച്ചു പോകും അല്ലേ. ഞാനിതുവരെ അറിയാത്തൊരു കാര്യം കഴിഞ്ഞിടയ്ക്കോട്ട് ചോദിച്ചു. ഒരാളോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനും പാസും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതിലേ എൻ്റെ ഒരു ശത്രു പോവാ, ഞാൻ അയാളെ രണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചിട്ട് വീണ്ടും പാസോട് സംസാരിക്കാനിരുന്ന പാസൊക്കെ എന്ത് തോന്നുന്നു? ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ശാസിക്കുന്നതുകൊണ്ട് ചോദിച്ചാൽ മനസ്സിലായില്ല. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വിശ്വസ്ത ദൈവമേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വിട്ടുപോകുവാൻ നിന്നോട് കൽപ്പിക്കുന്നു, റൈറ്റ് നോ. ഇനിയും ബാക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സംഭാഷണത്തിൻ്റെ ഒരു പുരോഗതി എങ്ങനെ പിന്നെ തിരുത്തി തന്നാൽ മതി, പോട്ടെ. എന്നെ ഏതായാലും പറഞ്ഞത് ഈ അഹൂരമസ്തയെ പ്രാർത്ഥിക്കുന്ന പേർഷ്യക്കാരും ഒക്കെ ഉള്ള അവിടെ ഒരു നല്ല രീതിയിൽ പോകുന്ന മനുഷ്യരാണ്, മര്യാദക്കാരാണ്. അപ്പോൾ അവിടെ ഭരിക്കുന്ന രാജാവിൻ്റെ പേരാണ് കോരശ് അല്ലെങ്കിൽ സൈറസ്. ഈ സൈറസ് അറിഞ്ഞു എൻ്റെ രാജ്യത്തിലേക്ക് ബേൽശസ്സർ വരാൻ പോവാ, അയാൾ എന്നെ തകർക്കും, അയാൾ എന്നെ ഉന്മൂലനം ചെയ്യും. അതുകൊണ്ട് യുദ്ധം തോക്കുമെന്ന് ഉറപ്പായി. ഒരു യുദ്ധം തോക്കുമെന്ന് ഉറപ്പായാൽ നമ്മൾ എന്ത് ചെയ്യണം? അറിയത്തില്ല. നമ്മളൊരു യുദ്ധത്തിൽ തോറ്റുപോകും, എന്താ ചെയ്യണമെന്ന്? കണ്ടോ, അച്ഛനാ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആദ്യം കൃത്യം ഉത്തരം പറഞ്ഞ ഒരാളെ കണ്ടേ. നിന്നുകൊണ്ടു എന്ന് പറയുന്നതിലും നല്ലതാണ് ഓടി രക്ഷപ്പെടുക അല്ലേ. അയാൾ ഓടി രക്ഷപ്പെട്ടില്ല, കോംപ്രമൈസിനും പോയില്ല. ചെയ്തൊരൊറ്റ കാര്യം, അവൻ ഇങ്ങോട്ട് വരും മുമ്പ് ഞാൻ അവൻ്റെ രാജ്യത്തിലേക്ക് ഇരച്ച് കയറി അവിടെ പൊരുതി മരിക്കും. ഇസ്രായേൽ പലപ്പോഴും എടുത്തൊരു യുദ്ധ തന്ത്രം അതാണ്. 3 രാജ്യങ്ങൾ ഒരുമിച്ചവരെ ആക്രമിക്കാൻ തയ്യാറെടുത്തു, ഒരു രക്ഷയില്ല, പരാജയം ഉറപ്പിച്ചു. 6 ഡേയ്സ് വാറിൽ, 6 ദിന യുദ്ധത്തിൽ. പക്ഷേ ഇസ്രായേൽ ചെയ്തതെന്താ? ഈജിപ്തിൻ്റെ, സിറിയയുടെ, യോർദാൻ്റെ എയർബേസുകളെല്ലാം അടിച്ചങ്ങ് തകർത്തു. അവരുടെ റൺവേ എല്ലാം കൂടെ തകർത്തു. തിരിച്ച് അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങാൻ സ്ഥലമില്ല, എവിടെ കൊണ്ടിത് വെക്കുമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ആ യുദ്ധത്തിൽ മേൽക്കൈ കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ സൈറസ് ചിന്തിച്ചു, അവരിങ്ങോട്ട് യുദ്ധത്തിന് വരും മുമ്പ് ഞാൻ അവൻ്റെ രാജ്യത്തിലേക്ക് ഇരമ്പിക്കയറി പൊരുതി മരിക്കും. ഇതിനു വേണ്ടി ഏറ്റവും വിശ്വസ്തരെയൊക്കെ ഇരുത്തി യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുക. പെട്ടെന്നൊരു വിശിഷ്ടാതിഥി വന്നു എന്ന് കേട്ടു. ചൊല്ലുമ്പോൾ ആരാണെന്ന് അറിയണ്ടേ? ഇദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പനാണ്. ആളിനെ നിങ്ങളറിയും. നമ്മൾ മീഡുകളെന്ന് ചരിത്രത്തിൽ വിളിക്കുന്ന മേദ്യരുടെ ചക്രവർത്തിയായ ദാരിയൂസാണ്. ദാര്യാവേശ് വെച്ചു, കുഞ്ഞെ ഇയാൾ യുദ്ധത്തിന് പോകുന്നു കേട്ടു. നേരാണ്, വേറെ ഗതിയില്ല. 87 അടി കനവും 100 അടി ഉയരവും 14.5 മൈൽ വീതിയും 14.5 മൈൽ നീളവുമുള്ള അവൻ്റെ രാഷ്ട്ര തലസ്ഥാനത്തിലേക്ക് കടന്നുപോയ ഒരുത്തനും ജീവനോടെ വന്ന പതിവില്ല. സദാ അടഞ്ഞു കിടക്കുകയാണ് 100 വാതിൽ.
പ്രധാന പ്രവേശന കവാടം വല്ലപ്പോഴുമേ തുറക്കൂ. ഒരു രോമത്തിന് മുന്നം തെറ്റാത്ത വില്ലാളി വീരന്മാരായ പടയാളികൾ, കുറ്റമറ്റ ചാരപ്പടകൾ, അങ്ങനെ എണ്ണം പറഞ്ഞ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയും വിധം പ്രാഗൽഭ്യമുള്ള ആളുകളത്. നീ അവിടേക്ക് പ്രഭു പോകാതെ വയ്യ, പോയേ പറ്റൂ. ഈ നാട് അപമാനിക്കപ്പെടും മുമ്പ്, സ്ത്രീകളും കുട്ടികളും യുദ്ധമുതലുകളായി വിൽക്കപ്പെടും മുമ്പ് പൊരുതി പരമാവധി നാശം വിതച്ച് പറ്റുമെങ്കിൽ അവനെ തോൽപ്പിക്കണം. ഇത് കേട്ട് കോരശിൻ്റെ അമ്മാവിയപ്പൻ ദാര്യാവേശി പറഞ്ഞു, മകനെ, നീ തോക്കത്തൊന്നുമില്ല, നീയേ ജയിക്കൂ, ജയം നിനക്കൊപ്പാ. അതെന്താ? ഞാനും എൻ്റെ സേനയും നിൻ്റെ കൂടെ വരും. എന്തിനാ? നാം ഒരുമിച്ചവനെ തോൽപ്പിക്കും. പിതാവേ, ഈ രാജ്യം അനാഥമാകല്ല്. ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങയുടെ മകളും ഈ രാഷ്ട്രവും പ്രജകളെയൊക്കെ നോക്കാൻ അങ്ങ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അപ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ, ഒരു ഈച്ചയും പറന്നു കയറാത്ത സുരക്ഷിതത്വമുള്ള അവൻ്റെ കോട്ടയുണ്ടല്ലോ, ചിട്ടയുള്ള പട്ടാളമുണ്ടല്ലോ, കരുത്തരായ സൈനികരുണ്ടല്ലോ, കുശാഗ്ര ബുദ്ധിയായ വില്ലാളി വീരന്മാരുണ്ടല്ലോ, അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട്, അവരെയൊക്കെ അമ്പരപ്പിക്കുന്ന ഷോക്ക് കൊടുത്തുകൊണ്ട് ആ രാജ്യം പിടിച്ചെടുക്കാനുള്ള തന്ത്രം മെനഞ്ഞിട്ടാണ് ഞാൻ ഇതുവഴി വരുന്നത്. അവൻ്റെ രാജ്യത്തിനകത്തേക്ക് കിടക്കാൻ ഒരു രഹസ്യ വഴി, ആ വഴിയിലൂടെ എൻ്റെ പടയാളികൾ അകത്ത് കടന്നു. വേഷം മാറി ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ ആയുധം വച്ച് കിട്ടി സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ അവരകത്ത് കടന്നു കഴിഞ്ഞു. ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം അടി അങ്ങ് തുടങ്ങുക. അയാൾ അമ്പരന്ന് പോയി. ഈ അപ്പച്ചൻ്റെ ബുദ്ധി കണ്ടോ? കല്യാണം കഴിക്കാത്ത പിള്ളേരുണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം മക്കളെ. പെണ്ണ് കെട്ടുകയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് കെട്ടണം. മനസ്സിലായോ? കണ്ടോ? ചിലരുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ല. പറ്റിയതൊക്കെ പറ്റി പോട്ടെ, പിള്ളേരോട് പറഞ്ഞാൽ ഇയാളിത് കേട്ട് അമ്പരന്ന്, ഇത് എന്താ സംഭവം എന്നറിയാൻ. എങ്ങനെയാണ് ഇതിനകത്ത് കടന്നത്? പറയാം. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസിലെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഞാൻ എൻ്റെ അടിമകളെ കൊണ്ടുവന്ന് ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു. ഉണങ്ങിയ നിലം സംജാതമാക്കി. താഴെ നിന്നും മുകളിൽ നിന്നും ആയുധം വെച്ച് കെട്ടിയ കുതിരപ്പുറത്ത് പടയാളികൾ ഇതിനകത്തേക്ക് കടന്നു. വായിച്ചു യെശയ്യാ 21 മുതൽ, വായിച്ചു 1:1 മുതൽ. ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പേ പ്രവാചകൻ അതുവഴി കടന്നു പോകുന്ന കുതിരപ്പടയുടെ കുളമ്പടി ശബ്ദം, കഴുതകളുടെ കാലടികൾ നിലത്ത് സ്പർശിക്കുന്ന സ്പന്ദനത്തിൻ്റെ തരംഗങ്ങൾ ഒപ്പിയെടുത്ത് ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവചനത്തിൻ്റെ ആവിഷ്കരണം. അത് വായിക്കാം. യെശയ്യാ 21:1 മുതൽ. തൽക്കാലം ഇതൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് അല്പം കഴിഞ്ഞതിലേക്ക് വരണം. ബാക്കി പശ്ചാത്തലം കൂടെ പറഞ്ഞ് അവിടെ ഫിനിഷ് ചെയ്യണം. പെട്ടെന്ന് അടുത്തതിൽ പോകാനുള്ളതാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധ കൊണ്ടിരിക്കണം. മതി, ഞാൻ പറയാം വായിക്കാതെ. ഇവിടെ കോരശ് യുദ്ധത്തിനു വേണ്ടി ചെല്ലുമ്പോൾ കാണുന്നത് 101 വാതിലുകളും മലർക്ക തുറന്നു കിടക്കുന്നു. കൂടെയുള്ള സൈനികൻ പറഞ്ഞു, പ്രഭു, നമ്മൾ അകത്ത് കിടക്കും, ഇയാൾ കഥ കടയ്ക്കും, അകത്ത് നമ്മൾ ശ്വാസം മുട്ടും, മരിക്കും, പുറത്ത് വിടാതെ വീട്ടും. കോരശ് പറഞ്ഞു, ഞാനേ ജയിക്കാൻ വന്നല്ല, പൊരുതാൻ വന്ന. മരണം വിഷയമല്ല, പേടിയുണ്ടേ പൊക്കോ. കോരശ് അങ്ങോട്ട് ഇരമ്പിക്കയറി ചെല്ലുകയും താടി നീട്ടി വളർത്തിയ പ്രായാധിക്യം കൊണ്ട് വിറയ്ക്കുന്ന ഒരു പറ്റം റബിമാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നെന്ന. അങ്ങയുടെ പേര് കോരശെന്നല്ലേ?
അങ്ങ് പേർഷ്യൻ ചക്രവർത്തിയല്ലേ, അങ്ങയ്ക്ക് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ കോട്ടയിലേക്ക് എന്നെ ക്ഷണിക്കുന്ന നിങ്ങളാരാ? ഞങ്ങൾ നിൻ്റെ ശത്രുക്കളൊന്നുമല്ല. അങ്ങൊരു ദിവസം ഇതുവഴി വരുമെന്നും ഈ കോട്ടയ്ക്കകത്ത് അകപ്പെട്ടു പോയ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിൽ തിരിച്ചു വിടുമെന്നും താങ്കൾ ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് താങ്കളെക്കുറിച്ച് എഴുതി വെച്ച പുസ്തക ചുരുൾ വായിച്ച് നിൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു പറ്റ യഹൂദ റബിമാരാണ് ഞങ്ങൾ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. കോരശ് കുതിരപ്പുറത്ത് നിലത്ത് ചാടി തന്നെക്കുറിച്ച് 100 കൊല്ലം മുമ്പ് എഴുതിയതെന്തോ ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു യഹൂദ അറബി പുസ്തകച്ചുൾ തുറന്ന് വായിച്ച ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വരാം. ഇത് കളയരുത്. യെശയ്യാ 45:1 മുതൽ ശ്രദ്ധിക്കണം. ഇത് ആരംഭിക്കുന്നത് തന്നെ കോരേശിനെ വിളിച്ചുകൊണ്ടാണ്. കോരേശ് എന്ന് യെശയ്യാ പ്രവാചകൻ കോരേശിൻ്റെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. 1 നൂറ്റാണ്ട് മുമ്പ് അതിനുശേഷം ജനിക്കാനിരിക്കുന്നവൻ്റെ പേര് മുൻകൂട്ടി വിളിക്കാൻ കെൽപ്പുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. ജനിക്കാനിരിക്കുന്ന തലമുറയുടെ പേര് കൃത്യം വിളിക്കാൻ കഴിയുന്ന ഒരൊറ്റ പുസ്തകമേ ലോകത്തുള്ളൂ. അതാണ് വിശുദ്ധ ബൈബിൾ. അതും ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാരാജാവിൻ്റെ പേര് മുൻകൂട്ടി വിളിക്കുക. വായിക്കാം. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന വാക്യം തീരുന്നത് കോരേശ് നീ എൻ്റെ ഇടയനാണ്, നീ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും. പിന്നെ പിന്നെ അവിടെ ഒരു പദം കേട്ടു. കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഈ കതക് ഏതാണെന്ന് മനസ്സിലായോ? ഇന്നലെ മുഴുവൻ ഞാൻ കതക് താമ്രവാതിൽ എന്നൊക്കെ പറഞ്ഞ് ചങ്കുപൊട്ടി മരിക്കാൻ ശ്രമിച്ചിട്ടും എനിക്കത് മനസ്സിലായില്ല. ഇന്നലെ ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് അറിയണ്ടേ? ഇതാ ഒരിക്കലും തുറക്കാത്ത താമ്ര കഥ കിടക്കും. സകല വാതിലും മലർക്ക തുറന്നു കിടക്കുന്നു. ഈ കഥകിനെക്കുറിച്ച് യെശയ്യാവ് എഴുതുമ്പോൾ ഈ കഥക് പണിയുന്നവൻ ജനിച്ചിട്ട് പോലുമില്ല. ഉത്തരവിടുന്ന നെബൂഖദ്നേസറും കല്ലുപിടുക്കുന്ന കല്ലാശാരിമാരും തത്വശാസ്ത്ര വിദഗ്ധന്മാരും പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലന്മാരും ഒക്കെ പിറവി കൊള്ളും മുമ്പ് ഒരു ദേശത്തിൻ്റെ മുഴുവൻ ശക്തി സ്രോതസ്സായ ഈ കോട്ട ആത്മാവിൽ കണ്ടിട്ട് അതിൻ്റെ തകർച്ച വിളംബരം ചെയ്ത പ്രവാചകൻ്റെ പേരാ യെശയ്യാ. ഹല്ലേലൂയ. ആ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകൻ ആ സ്ഥലത്ത് പോയിട്ടില്ല, ആ സ്ഥലം അറിഞ്ഞിട്ടില്ല. പക്ഷേ ആത്മാവിൽ കണ്ടു. ഇത്തരം ഒരു സ്ഥലം കണ്ടിട്ട് പറയാ, ഞാൻ നിനക്ക് മുമ്പാകെ കടന്നു ചെല്ലും, നീ രാജാക്കന്മാരുടെ അരക്കച്ച കഴിക്കും, ഞാൻ നിന്റെ മുമ്പാകെ ചെന്നിട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കും. താഴോട്ട് വായിക്കുമ്പോൾ കാണുക, ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ ഖണ്ഡിക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും, താമ്രവാതിലുകൾ തകർക്കും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എൻ്റെ ദാസനായ യാക്കോബിനോട് ചെയ്ത വാഗ്ദത്തം നിമിത്തം തരും. ഇതാ ബൈബിളിൻ്റെ ശക്തി. ഈ പുസ്തകവുമായി ഇന്ന് രാത്രി ഇവിടെ എത്തിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പാരായണം നിരന്തരമായ ഒരനുഭവമായി മാറട്ടെ. അത് വരാനിരിക്കുന്ന ദുരൂഹതയെ കൂടി മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ അടിത്തറ തകർത്ത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തി പുനർനിർമ്മിക്കുന്ന ദൈവീക വാഗ്ദത്തത്തിൻ്റെ സമാഹാരമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രന്ഥത്തോടും അതിലെ വാഗ്ദത്തങ്ങളോടും ചേർന്ന് നടക്കണം. അതിനാ പ്രവചനം പഠിക്കുന്നത്. ഇത് അറിവിന് വേണ്ടി പഠിക്കല്ല, നമ്മുടെ അനുഭവങ്ങളിലേക്ക് ഇതൊന്ന് കടന്നു വരണമെന്നേ. ഇത്രയും കരുത്തുറ്റ താമ്രവാതിൽ, ആന കെട്ടി വലിക്കുന്ന വാതിൽ നമുക്ക് വേണ്ടി തുറക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ചക്രവർത്തിക്ക് മുമ്പിൽ ഇതാ തുറന്നു കിടക്കുന്നു. തുറക്കാൻ കാരണം ദാനിയേൽ 5 ഞാൻ വിവരിക്കുന്നില്ല. എന്താ സംഭവം എന്നറിയണ്ടേ? ബേൽശസ്സർ അന്നേ ദിവസം ഒരു വിരുന്നൊരുക്കിയെന്നാണ്.
ആർക്ക് വേണ്ടിയാ? മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്ന്, VIP കൾക്ക് വേണ്ടിയുള്ള വിരുന്ന്. ഒരു VIP കൂടെ ഒരു 3-4 പേരെങ്കിലും കാണുമല്ലോ. ഇപ്പോൾ ഒരു 5000 പേരെങ്കിലും കഴിക്കാനുണ്ട്. സന്ധ്യാസമയത്താണ്. സന്ധ്യാസമയത്ത് ഈ വിരുന്നിനെ ആകർഷകമാക്കാൻ നർത്തകന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, ഗായകരുണ്ട്, പലതരത്തിലെ ആളുകളുണ്ട്, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, പെരുമ്പറ മുഴക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി പ്രഭാതത്തിൽ തുറന്നിട്ടതാണ് ഈ കഥകൾ. സന്ധ്യയായപ്പോൾ ഇത് അടയ്ക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതെന്തൊരു മറവിയാ? കാരണം ഇത്രയേ ഉള്ളൂ, ചക്രവർത്തി അടക്കം, സാധാരണ സൈനികനടക്കം, കാവൽക്കാരനടക്കം സകല എണ്ണവും മദ്യപിച്ച് മതോന്മത്തരായി അടിച്ച് കോരം തെറ്റി നീക്കുക. ഓർത്താൽ തന്നെ ഈ പൂട്ടൊന്നും ഇടാനുള്ളൊരു ശേഷിയില്ല. ചെറിയ ബോധം ഈ ബേൽശസറിന് വരുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. കഥയൊക്കെ അടച്ചോ, താമ്രവാതിലൊക്കെ പൂട്ടിയോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ പണ്ടാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഇങ്ങോട്ട് വന്നിട്ട് ഉത്തരവ് തരും മനസ്സായി, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇതേം ചോദിക്കുക, കഥ കടച്ചോ? ഇന്നലെ വരെ ഉത്തരവേ എന്ന് പറഞ്ഞ് ഇന്നവൻ ഈ താടിക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയാ, അളിയ ചുമ്മാ ഇരിക്കാൻ. കാരണം ഇത് കയറി കിക്കായി. വെള്ളം അടിച്ച് കഴിഞ്ഞപ്പോൾ ബോധമില്ല. ഇതും പ്രവാചകൻ കണ്ടു, മുഴുവൻ കണ്ട. അതിനു മുമ്പ് ദൈവത്തിൻ്റെ പണിയുണ്ട്. മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഏതടിയും നടത്തും. ചുമ്മാ കയറി അടിക്കില്ല. കണ്ടോ, പോസ്റ്റർ എഴുതി വെച്ചിട്ട് തട്ടുമെന്ന് പറഞ്ഞവനാ ദൈവം. അത് ചുവരെഴുത്ത്. ഇയാളെപ്പോഴേക്കേ മദ്യപിക്കാൻ പാത്രമില്ലാഞ്ഞിട്ടല്ല, ഭണ്ഡാരഗൃഹങ്ങളിൽ വെച്ച പൊൻവെള്ളി പാനപാത്രങ്ങൾ ഇവിടെ നിരത്തി വെച്ചു കൊണ്ടൊഴിക്കാൻ. അഹങ്കാരം കൊണ്ടാ അവിടേക്ക് ഈ മദ്യം ഒഴിക്കുക. അതിലൊരു ദൈവ പദ്ധതി ഉണ്ടേ. കാരണം നിലവറയ്ക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുക ഈ വസ്തുക്കളല്ല. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ വിലപിടിപ്പുള്ള സ്വർണവും സമ്പത്തും ഒക്കെ സൂക്ഷിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് ചെന്നാൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നിഗൂഢ ഗൃഹങ്ങളിൽ വെക്കുക പതിവ്. ഇതിന് കാവൽ ചെയ്യുന്നത് ഷണ്ണന്മാരാണ്. ഇവരെ കൊന്നാൽ പോലും ഈ സ്ഥലം പറയില്ല, അങ്ങനെ അവരുടെ ട്രെയിനിങ്. ഇവരഥവാ അകത്തോട്ട് കയറ്റി വിട്ടാൽ തിരിച്ചുള്ള വഴിയെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അന്ന് ഈ ബാബിലോൺ തകരുകയും ഈ സ്ഥലമൊക്കെ ചെന്ന് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ ഇതെല്ലാം മണ്ണിനകത്ത് പൂണ്ട് ആർക്കും കിട്ടത്തില്ല. പക്ഷേ ദൈവം അത് അനായാസേന എടുപ്പിച്ച് ഇവിടെ വച്ചത് എണ്ണിയെടുത്ത് ഇസ്രായേലി മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? കുഴിക്കാതിരുന്ന വസ്തു ഇവിടെ കൊണ്ടുവച്ചു, ദാണ്ട് ഇവിടെ. ഇതിനാ പ്രവാചകൻ പറഞ്ഞതേ, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എൻ്റെ വൃതനായ യാക്കോബ് നിമിത്തം തരും. പറഞ്ഞെല്ലാം നിറവേറി. നീട്ടുന്നില്ല. അന്ന് രാത്രി ബേൽശസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയൂസ്, ഓർമ്മയുണ്ടല്ലോ, അവന് പകരം രാജാവായി അമ്മാവിയപ്പൻ. അപ്പോൾ ഈ ബാബിലോൺ അന്ന് തകർന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഇവിടെ തീർക്കാം, അടുത്തിലേക്ക് വേഗത്തിൽ പോകാം. അതിനൊരു ഉപസംഹാരം വേണം. ബാബിലോൺ തകർന്നുവെന്ന് പറഞ്ഞാൽ പോരാ, നിശേഷം തകർന്നു. തകർന്നു കിടക്കുന്ന ബാബിലോൺ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ഉണ്ട്. നമുക്ക് നേരെ അവിടെ പോകാൻ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് പോകാൻ പറ്റില്ല. ദുബൈയിലോ കുവൈറ്റിലോ ഒക്കെ ജോലി ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പോകാം. അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നമുക്ക് കുറേ വഴികളുണ്ട്. കുർദിസ്ഥാനുണ്ട് അവിടെ. കുർദുകൾ ക്രൈസ്തവരാണ്. അവർക്കിടയിൽ പ്രവർത്തിക്കാനാണ് എന്ന രൂപേണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവസരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോകണം, ഒരു കാഴ്ച കാണാം. ഈ പഴയ ബാബിലോൺ സിറ്റി ഇരുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒരു പഞ്ഞം പിടിച്ച റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ ചിങ്ങവനം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ചിങ്ങവനത്ത് 4 വന്ന പിണങ്ങല്ല്. ഇനി ആ പറഞ്ഞ പ്രയാസമാണെങ്കിൽ ഞാനത് വലിയ റെയിൽവേ സ്റ്റേഷൻ ആക്കിയേക്കാൻ പറഞ്ഞു. വേണോ? വേണ്ട, പോട്ടെ. ഇങ്ങനെ ഇടയ്ക്കൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ കാണുമല്ലോ, അത്യാവശ്യം ഈ ഫുഡ് കോർപ്പറേഷൻ്റെ അരി കൊണ്ട് തട്ടാനും ഒക്കെ വേണ്ടിയുള്ളൊരു ചെറിയ, എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ 2 പോലീസുകാരും
ഒരു സ്റ്റേഷൻ മാസ്റ്ററും ഒരു 8-10 ജീവനക്കാർ കഷ്ടി. എന്നാൽ ഇവിടെ അത്യാവശ്യമില്ല, അത് വലിയ തിരക്കൊന്നുമില്ല. സിറ്റി ഓഫ് ബാബിലോ ഒരു ബോർഡും കാണും. പല ഭാഷയിൽ, അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴേ ഗൈഡ് വരും, നമ്മളൊരു ബസ്സിൽ കയറ്റും, നമ്മളിതെല്ലാം കാണിക്കും. സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ട് വരുമ്പോൾ പണ്ട് ദാനിയേൽ ഒരുക്കിയ സിംഹക്കുഴി പോലെ നിരവധി എണ്ണം ഇതുപോലെ തീച്ചൂളകളുടെ നിർമ്മിതി, അന്നത്തെ കാലത്തെ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പലതരം പീഡിത വഴികൾ, മാർഗങ്ങൾ, കുറ്റാക്കുറ്റിരുട്ടിലും കഷ്ടിച്ച് ഇതിനകത്തേക്കൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ ഭയം തോന്നുന്ന വിധത്തിലെ നിഗൂഢ സങ്കേതങ്ങൾ, ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഈ സ്ഥലങ്ങൾ, പഴയ തൂക്കുവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ആ പടുകുറ്റൻ കോട്ടയുടെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ ചരിത്രത്തെ അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയാണ്. അന്ന് കിടന്ന സാധനം ഇന്ന് വരെ പണിയാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ നാഴിക വരെ പണിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇതൊന്ന് പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ട ആളാണ് സദ്ദാം. സദ്ദാമിനെ അമേരിക്ക പിന്തുണയ്ക്കുന്ന 80കൾ. $100 ആസ്തിയുണ്ട്, അമേരിക്കയുടെ പിന്തുണയുണ്ട്, വിദഗ്ധരായ 100 ആർക്കിടെക്ചേഴ്സിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെടുത്ത് 3 പേർ മലയാളികളായിരുന്ന ഇത് പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ടു. സദ്ദാമിനും പണിയാൻ പറ്റിയില്ല. എന്തായിരിക്കും കാരണം? ആ കാരണം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാനീ പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണിക്കാം. ബൈബിളിൽ ഇതുണ്ട്. വായിക്കൂ. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ 13:19 മുതൽ. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ, സോദോം ഗൊമോറയ്ക്ക് ഭവിച്ചതെന്തോ അത് നിനക്കും ഭവിക്കുമെന്ന് യെശയ്യാ പറയുമ്പോൾ ഈ ബാബിലോൺ വലിയൊരു സിറ്റി എന്ന അവസ്ഥയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞു, ദൈവം നിന്നെ സോദോം ഗൊമോറ പോലെ തകർക്കും. പിന്നെ അതിൽ കുടിപ്പാർപ്പുണ്ടാവില്ല. പിന്നെ ബാക്കി 20 20-ാം ബാക്കിയല്ലേ? അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കില്ല. എനിക്ക് അതുകൊണ്ടാണ് അത് പണിയാത്ത. അറാബ്സിന് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റില്ല. എന്തോ ശ്രമിച്ചാലും പറ്റില്ല, എത്ര പണമുണ്ടെങ്കിലും പറ്റില്ല. അതിൻ്റെ കാരണം ഈ പുസ്തകം എതിരായി കഴിഞ്ഞാൽ രക്ഷയില്ല. ഇത് തീറ് വാക്കാണ്. ഇതിനകത്തൊന്നും മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ പറ്റില്ല. പറഞ്ഞാൽ പറഞ്ഞതാ. ആ വാക്കുകൾക്ക് നമുക്കൊരാശ്വാസം. തമ്പുരാൻ പറഞ്ഞാൽ പറഞ്ഞതാണല്ലേ. നമ്മുടെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ഉറപ്പാണ്. നമ്മുടെ ഹൃദയത്തിൽ പറ്റിയിരിക്കട്ടെ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. ഹല്ലേലൂയ. അടുത്ത വായിച്ചു. പിന്നെ കൊച്ചുമോൾ നന്നായിട്ട് വായിച്ചു. ഇതടുത്ത് ഒരാൾ വായിച്ചതാ, മരുമകൾ അവിടെ കിടക്കുന്നു. കാര്യം ചില അമ്മച്ചിമാർക്ക് സന്തോഷമാണെങ്കിലും വചനം അങ്ങനെ പറഞ്ഞേ, മരുമൃഗങ്ങൾ അവിടെ കിടക്കും. പിന്നെ കണ്ടോ, അവൻ്റെ വീട് അവിടെ ഇപ്പോൾ ആരാ താമസിക്കുന്നേ? മൂങ്ങാ നിറയും. പിന്നെ ഇടയ്ക്ക് നല്ല 1-ാം തരം നൃത്തം. ആ ചെയ്യുന്ന ആരാ? ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. പിന്നെ കുറുനരികൾ ഓലിയിടും. കേൾക്ക്, ഇന്നവിടെ ചെന്നാൽ ചിതറി ഓടി നടക്കുന്ന ഒട്ടകപ്പക്ഷികളെ ഇപ്പോൾ കാണാതെ വഴി. ഹല്ലേലൂയ. നമ്മളിത് കാണാനൊക്കെ നിന്നാൽ നമ്മുടെ സമയം ഒരു 4 മണിയുടെയൊക്കെ പ്രതീതി വരുന്ന സമയത്ത് അവിടെ ഒരു 6 മണിയുടെ പ്രതീതിയാണ്. ഈ ഗൈഡ് പെട്ടെന്ന് നമ്മളെ തിരിച്ചു കയറ്റും വണ്ടി. എന്നിട്ട് പറയും, വണ്ടിയുടെ ഗ്ലാസ് തുറക്കരുത്, ഷട്ടർ ഗ്ലാസ് വഴി മാത്രം പുറം ലോകത്തേക്ക് നോക്കണം, കാരണം നിങ്ങളുടെ സാധന സാമഗ്രികൾ കുറുക്കന്മാർ നശിപ്പിക്കും, കടവാതിലുകൾ ചിറകടിച്ച് കയറും. ഇതൊക്കെ പറയും. ഞാനിത് പെരുമ്പാവൂരിലെ പബ്ലിക് സ്റ്റേഡിയത്തിൽ
ഒരു 4 രാത്രി വെളിപ്പാട് ദാനിയേലൊക്കെ പ്രസംഗിക്കുകയാണ്. 2-ാം ദിവസം രാത്രിയാണ് ഇത് വന്നത്. ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒന്ന് കണ്ടു. ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചു ബൈബിളിലെ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി ആകാംക്ഷ കണ്ടപ്പോൾ ഞാനോർത്തു പ്രവചനം പഠിക്കുന്ന ആളാണ്. സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പലതവണ പോയി. ഇതിനാണെന്നറിയണ്ടേ? സദ്ദാം ഹുസൈൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ പിടിക്കാൻ അമേരിക്ക നിയോഗിച്ച രഹസ്യ പോലീസിനെ സഹായിക്കലായിരുന്നു ഞങ്ങളുടെ ജോലി. ഒരു കാർപ്പൻ്ററുടെ വേഷത്തിൽ പഴയ പണികളെക്കുറിച്ച് പഠിക്കാനെന്ന വ്യാജേന ഇവിടം മുഴുവൻ അരിച്ചു പിറക്കി. പക്ഷേ ഞങ്ങളുടെ തിരച്ചിൽ ഒരു 4 മണിയാകുമ്പോൾ നിർത്തും. ആളുകൾക്ക് അകാരണ ഭയം, വല്ലാത്ത കാറ്റ്, കുറ്റിക്കാട്ടിൽ നിന്ന് ഈ കുറുക്കന്മാർ ഓലിയിടുന്ന ശബ്ദം, ഒട്ടകപ്പക്ഷികൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഭയങ്കര സ്പീഡാണ്. അവയ്ക്ക് ഓടി ഒപ്പം കയറും. ഞങ്ങളെ ടീമായിട്ട് ട്രക്കിൽ വന്ന് ആളുകൾ കൊണ്ടുപോകും. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, പക്ഷേ അന്ന് എനിക്കതിൻ്റെ കാരണം മനസ്സിലായില്ല. പക്ഷേ ഇന്ന് മനസ്സിലാകുന്നു. ദൈവിക പ്രവചനത്തിൻ്റെ ആക്കവും തൂക്കവും അതിൻ്റെ വലിപ്പവും എത്ര വലുത്. തമ്പുരാൻ പറഞ്ഞതെന്തോ അതൊക്കെ സംഭവിച്ച് ചരിത്രത്തിലത് കിടക്കുക. ഒരു നിരീശ്വരനോ അവിശ്വാസിയോ ബൈബിൾ സത്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളവനെ ചൂണ്ടിക്കാണിക്കേണ്ട സ്ഥലവാ. നീ ബാബിലോണിലേക്ക് നോക്ക്, നീ കാവർന്നഭൂമിയിലേക്ക് നോക്ക്. കാരണം അതിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും വീണ്ടും പഴയ പ്രതാപത്തിലെത്തി. ഇസ്രായേലിൽ പോയവർക്കറിയാം, നായിൻ പട്ടണം, ബേത്ലഹേം, പിന്നിങ്ങോട്ട് ഗലീലിയായിലെ പലതരം പട്ടണങ്ങൾ, കാനായുമെല്ലാം കാലാനുസൃതമായി വളർന്നെങ്കിലും കാവർന്നഭൂമി ഇന്നും തകർന്നു കിടപ്പുണ്ട്. കാരണം യേശു പ്രവചിച്ചു, നീയോ കാവർന്നഭൂമി സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ. തകർത്ത് യേശുവിൻ്റെ വാക്ക് തരിപ്പണമാക്കിയ ആ കാവർന്നഭൂമിനെ പുനർനിർമ്മിക്കാൻ ആർക്കും സാധിച്ചില്ല. അതാ ദൈവവചനത്തിൻ്റെ ശക്തിയെങ്കിൽ അതിലൊരു വാഗ്ദത്വം നമുക്കിന്ന് കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പകലും രാത്രിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പും ബലവും ഒന്ന് പ്രാപിച്ചാൽ നമ്മൾ അതിജീവിക്കുകയാണ്. ഹല്ലേലൂയ. കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ പ്രശ്നം ഇതല്ല കേട്ടോ. അന്ന് തകർന്ന ആ ബാബിലോൺ പണിതില്ലെന്നുള്ള സത്യം. പക്ഷെ വെളിപ്പാട് 18:21 വരുമ്പോൾ പറയാ, ഇങ്ങനെ ബാബിലോണിനെ നശിപ്പിക്കും. ആ ദിവസം വായിച്ചു ഓർക്കുന്നുണ്ടോ? അപ്പം സ്വാഭാവികമായി നിങ്ങളിൽ നിന്ന് ഉയരേണ്ട ഒരു സംശയം ഞാൻ അങ്ങ് ആവർത്തിക്കാം. അതല്ല, അന്നേ തകർന്നല്ലോ. യേശുവിന് മുമ്പ്, യേശുവിന് 500 വർഷം മുമ്പ് തകർന്നു. അന്നേ തകർന്നു. 5 നൂറ്റാണ്ട് മുമ്പേ തകർന്നെങ്കിൽ വരാനിരിക്കുന്ന ലോകത്ത് അന്ന് തകർന്ന് കിടക്കുന്നത് വീണ്ടും എങ്ങനെ തകരുന്നേ? അപ്പോൾ എന്താ വെളിപ്പാട് പുസ്തകക്കാരൻ AD 95 ആ പ്രവചനം നടത്തിയതിൻ്റെ ലക്ഷ്യമെന്താ? കാരണം ഇന്ന് ബാബിലോണില്ല, അറബിക്കാരന് കൂടാരമടിക്കയില്ല, സോദോം ഗൊമോറയ്ക്ക് തത്തുല്യമായി അത് തകർന്നു. അവിടെ ഇനി ഒരു നാളും കൂടി പാർപ്പുണ്ടാവില്ല. ദെൻ എങ്ങനെയാണ് ബാബിലോൺ എന്ന മഹാനഗരം വീണ്ടും ചരിത്രത്തിൽ പ്രസക്തമാകുന്നത്? അറിയണ്ടേ? എന്താ പറയുന്നു? അപ്പം അതുകൂടി പറയാൻ അവിടെ നമുക്ക് തീർക്കാം. സന്തോഷമാണോ? മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. വിശുദ്ധ ബൈബിൾ ഈ രാഷ്ട്രത്തിൻ്റെ മറ്റൊരു രൂപത്തിലെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു. ആ തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ പഴയ ബാബിലോണോ പഴയ സംസ്കാരമോ പഴയ രീതിയോ വരുമെന്നല്ല. ലോകത്തെ അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു വാണിജ്യ വ്യവസ്ഥിതി ആധുനിക ഇറാഖിനെ കേന്ദ്രീകരിച്ച് രൂപപ്പെടാൻ പോകുന്നു. എല്ലാത്തരം വസ്തുവകകളുടെയും ഒരു സവിശേഷത അർഹിക്കുന്ന വിപണി, ലോകത്തിലെ സകല ജാതികളും നിന്റെ ക്ഷുദ്രത്താൽ മയങ്ങി എന്ന് പറയുമാറ് നമ്മൾ വികസനം എന്നൊക്കെ പറയുന്ന ആ സങ്കല്പങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലെ ഒരു നവീനമായ സൃഷ്ടി, ഒരു നഗര നിർമ്മാണം വീണ്ടും ഇറാഖ് കേന്ദ്രീകരിച്ചു വരികയും എതിർ ക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുന്ന ഒരേകാധിപതിയുടെ നിയന്ത്രണത്തിൽ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുകയും വാങ്ങുകയും
അതിന് 666 എന്നറിയപ്പെടുന്ന ഒരു മാന്ത്രിക സംഖ്യ പ്രയോജനപ്പെടുകയും ഡിജിറ്റൽ യുഗത്തിലെ എല്ലാത്തരം വ്യവഹാരങ്ങൾക്കും അത് ആധാരമായിരിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ഒരു ഡിജിറ്റൽ നഗരി, ഒരു കൊമേഴ്സ്യൽ സിറ്റി, ഒരു വാണിജ്യ നഗരി അവിടം കേന്ദ്രീകരിച്ചുണ്ടാകുകയും ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും അത് ഇടനാഴികൾ തുറന്നുകൊണ്ട്, കോറിഡോറുകൾ തുറന്നുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഒരു പരിതസ്ഥിതി സംജാതമാവുകയും ചെയ്യാൻ പോകുന്നു. മനസ്സിലായോ? അത് അതിന് തെളിവൊക്കെ തരാം. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല റോഡുകൾ എന്നൊരു സങ്കല്പം വരിക. വർഷങ്ങൾക്കപ്പുറത്ത് ഇത്തരം ഒരു റോഡ് ഒരു 10 കൊല്ലം മുമ്പുള്ള, 15 കൊല്ലം മുമ്പുള്ള എൻ്റെ ചില പ്രസംഗങ്ങളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കാണാം. ഞാൻ ഒന്നാമത് ഏറ്റവും ഇഷ്ടം എനിക്ക് ഗോസ്പൽ പറയാനാണ്. ആവശ്യപ്പെടുന്ന ഇടത്തെ ഈ എസ്കറ്റോളജി പറയൂ, സമയവും വേണം. പക്ഷെ അതിൽ ചിലതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഈ എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറയുന്ന ആശയത്തിനെതിരെ മാതൃഭൂമി പത്രവും മറ്റു ചില ഇടത് സംഘടനകളുമൊക്കെ സമരം ചെയ്യുന്ന കാലമാണ്. ഇത് കേരളത്തെ രണ്ടായി മുറിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു, ഇത്തരം റോഡുകൾ വരും, എക്സ്പ്രസ് ഹൈവേകൾ വരും. ഈ ഹൈവേകൾ എന്തിനാണ് വരുന്നത്? നമ്മൾ കന്യാകുമാരിയിൽ പണി ആരംഭിച്ച ഹൈവേ അങ്ങ് കാസർഗോഡ് വരെ ചെന്നാൽ സ്റ്റേറ്റ് ഹൈവേ ആകുള്ളൂ തത്വത്തിൽ, നാഷണൽ ആണെങ്കിലും ഉപയോഗം അവിടെ കൊണ്ട് തീരില്ല. റോഡ് നേരെ കർണാടക കിടക്കും, മഹാരാഷ്ട്രയും രാജസ്ഥാനും കിടക്കും. ആ റോഡ് ചെന്നെത്തി നിൽക്കുന്ന മുനമ്പം കാശ്മീരാണ്. അതേസമയം ലാഹോറിൽ നിന്ന് ഇങ്ങോട്ടൊരു വഴി നേരെ കിടപ്പുണ്ട്, ഒരു അതിവേഗ കോറിഡോർ കിടപ്പുണ്ട്. റോഡുകൾ അങ്ങനെയാണ്. ഇനി ആ കാശ്മീർ കടന്ന് ഈ വഴി നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് വെട്ടിക്ക്. ഇതിങ്ങനെ പോകുന്ന വഴിക്ക് മിഡിൽ ഈസ്റ്റിലൂടെ ഈ പാത പോയാൽ ആ പാത പോകുന്നതിലെ ഏറ്റവും വികാസം പ്രാപിക്കാനിരിക്കുന്ന സ്ഥലം ഇറാഖ്. മനസ്സിലായോ? ഞാൻ അന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നോ പറയാം. ഞാനിത് പ്രസംഗിച്ച് 2010 ജനുവരി മാസം 2-ാം തീയതി ട്രിവാൻഡ്രത്ത് ഒരു യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാവിലെ ഉണർന്നു. അപ്പോൾ എന്നെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ രാത്രി ആ CD കാണുകയായിരുന്നു. CD ഉള്ള കാലമാണ്. അതിലിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് ഉറങ്ങി. ഇതാ നേരം വെളുക്കുമ്പോൾ ഒരു വാർത്ത മനോരമയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ ബുൾഡോസറുകൾ കൊണ്ടുവന്ന്, JCBകൾ കൊണ്ടുവന്ന് വലിയ പണി. നമ്മുടെ ആൻ്റണി സാറാണ് അന്ന് പ്രതിരോധ മന്ത്രി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത് നമ്മുടെ അതിര് മാന്തുകയെന്ന് ഓർത്ത് പറഞ്ഞു, നിങ്ങളീ കാണിക്കുന്നത് ക്രൂരവും പൈശാചികമാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ചൈന മറുപടി പറഞ്ഞു, ഞങ്ങളത് അതിര് മാന്തുകയല്ല, 48 മണിക്കൂർ കൊണ്ട് കരമാർഗം ഇറാഖിലെത്താൻ ഒരു റോഡ് വെട്ടുകയെന്ന്. എന്തിനാണെന്നറിയണ്ടേ? വരാനിരിക്കുന്ന ലോകത്തിൻ്റെ വാണിജ്യ സംസ്കൃതിക്ക് ഉതകുന്ന വിധത്തിലെ ജിയോഗ്രഫിക്കലി പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇറാഖ്. കാരണം കടൽ മാർഗം, കരമാർഗം, ആകാശമാർഗം ഈ സ്ഥലത്തിന് ലോകത്തെ ബന്ധിപ്പിക്കാനുള്ള അതിൻ്റെ ആ ലൊക്കേഷനാണ് കാരണം. പിടിയിട്ടോ? ഇനി ഇതുകൊണ്ടൊന്നും വിശ്വസിക്കേണ്ട. ബൈബിളും തെളിവ് തന്നാലേ ദൈവമക്കൾക്ക് വിശ്വാസം വരൂ. തെളിവിലേക്ക് പോയാലോ? സന്തോഷമല്ലേ? വായിക്കണം. സെക്കറിയ പ്രവചനം 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. സെക്കറിയ 5:5. ഒരു ദൂതൻ സെക്കറിയ പ്രവാചകനെ ഒരു ദർശനം കാണിക്കുക. എന്നിട്ട് പറഞ്ഞു, നീ ഈ പുറത്തു വന്ന് ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്നൊന്ന് കാണ്. എന്താ ദർശനത്തിൽ കണ്ടേ? ഏഫ എന്ന് പറഞ്ഞ എന്താ? നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഞാൻ പറയാം. അത് അതിൻ്റേതായ ഒരു
ഒരു ഇതാണ് ഏഫ. അല്ലേ പറയാൻ വന്നേ ആ വിട്ടേക്ക്. ഏഫ എന്ന് പറഞ്ഞാൽ ഒരളവ് പാത്രം. ഇപ്പോഴാ ശ്വാസം നേരെ വേണമല്ലേ. സൗകര്യമാർ പേടിച്ചു പോയി, രണ്ട് ഭയങ്കര സംഭവമാണ്. ഒരു പാത്രം നമ്മുടെ നാട്ടിൽ നെല്ലളക്കുന്ന പറ പോലെ പഴയൊരു സാധനം ഉണ്ടല്ലോ, പാട ഒന്ന് പറ. ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിലക്ക് തല കുലിക്കാനൊരു മടി, പ്രായം അത്ര ആയിട്ടില്ലെന്ന് കാണിക്കാനാ. ഓരോ അടവുകൾ നമ്മുടെ ആൾക്കാരുടെ. ഞങ്ങളതൊന്നും പഠിച്ചിട്ടില്ല. പോട്ടെ. അപ്പോൾ ഒരളവ് പാത്രം. കൊച്ചു പിള്ളേർക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനതൊരു വേർഷം മാറ്റിയിടാം. ദർശനത്തിൽ ഇദ്ദേഹം ഒരു ബിരിയാണി ചെമ്പ് കണ്ടു. നമ്മൾ ഈ ക്ലാസ് തീരുന്നത് വരെ ബിരിയാണി ചെമ്പാവുള്ളൂ കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഒരണ്ടാവ് 2 കൊളുത്തുമൊക്കെ ഉള്ള ഒരു സംഗതി കണ്ടു. ബാക്കി വായിച്ചു. ഈ ഏഭയുടെ ഇൻ്റർപ്രിട്ടേഷൻ പറയാ, സകല ദേശത്തിലുമുള്ളവരുടെ അകൃത്യം, പാപം, അകൃത്യമാണിത്. ട്രാൻസ്ഗ്രഷൻ, പാപം. പിന്നെ അത് ഈ പാത്രത്തിൻ്റെ ബിരിയാണി ചെമ്പിൻ്റെ അടപ്പാണ്. വട്ടത്തിലുള്ളൊരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും. അവിടെ ഏഭയുടെ നടുവിൽ ഒരു സ്ത്രീ എന്നൊക്കെ പറയരുത്, കേസ് വരും. അങ്ങനെ എഴുതിയെങ്കിൽ നമ്മൾ തൽക്കാലം അതിന് ആൻറ്റിന്നോ മാഡമെന്നോ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഭാഷയിൽ തന്നെ പോട്ടെ. ഒരമ്മാമേനകത്തിരിക്കുന്നു, പാത്രത്തിലൊരു ആൻറ്റി ഇരിക്കുന്നു. വായിച്ചേ. ഈ ആൻറ്റി ആരാ? ദുഷ്ടത. ഇരിക്കുന്ന പാത്രം ഏതാ? കൊമേഴ്സ്യലേഭ, അളവ് പാത്രം, അളക്കുന്ന സാധനം, തൂക്കം. ഒരാൻറ്റി അതിനകത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടത. ഉണ്ടോ? ദൂതൻ വിവരമുള്ള ഒരാളായിരുന്നു. അയാൾ ഈ സ്ത്രീയെ ഇതിനകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. പിന്നെ ഇത്തരം വിചിത്ര ദർശനം കണ്ടാൽ നമ്മൾ അമ്പരന്നു പോലെ, ഇതെന്താ കളിയെന്നൊരു പിടിയും കിട്ടണില്ല. അവളെ ഏഭയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. സ്ത്രീ സമാജം ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 2 പേരും കൂടെ വന്നു, വലിയ കാര്യം. 2 സ്ത്രീകൾ പുറത്തു വന്നു. അത് കൺസ്ട്രക്ഷൻ്റെ പ്രശ്നമാണ്. അതെങ്ങനെ പറയണം? അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, ചിറകിൽ കാറ്റുണ്ടായിരുന്നു. കണ്ടോ? ഈ 2 സ്ത്രീകൾ ചെയ്ത പണി. ഒരു സ്ത്രീ അതിനകത്ത് അടച്ച് 2 സ്ത്രീകൾ പറന്നുപോയി. എനിക്കിതിനകത്ത് ഒരവിശ്വാസവും തോന്നുന്നില്ല ഇതൊക്കെ സംഭവിക്കുക. ഇപ്പോൾ വേണേലും ഒരു വിരോധവും തോന്നിയാൽ ഇങ്ങനെയൊക്കെ അടച്ചുകൊണ്ട് പോകത്തില്ലേ? അപ്പോൾ വിഷയം അതല്ല. സെക്രട്ടറിക്ക് കാര്യം പിടിയിട്ടില്ല, ഇത് എന്തൊക്കെയാ കാണിക്കുന്നൊരു കാര്യം പിടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം പറ? ദൂതനോട് ചോദിച്ചു. വായിച്ചു. അതാ അതിൻ്റെ മര്യാദ. ഇത് പറഞ്ഞു തരാൻ ഒരാൾ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആട്ടെ, ഏഭയം കൊണ്ട് ഈ സഹോദരിമാർ ഇതെവിടെ പോവാ? മറുപടി. എവിടെ? ശിനാർദേശത്ത്. മതി. എവിടേക്കാണ്? ഇന്നലെ ശിനാർദേശം പറഞ്ഞ എന്തിനാന്ന് പിടിയിട്ടോ? അവിടെ ഏഭയ്ക്ക് ഒരു വീട്, ദുഷ്ടതയ്ക്കൊരു വീട്, അളവ് പാത്രത്തിനൊരു വീട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ അളന്നളന്നളന്ന് ഈ ദുഷ്ടതകളെ ലോകത്ത് മുഴുവൻ എത്തിക്കാനൊരു വീട്, അത് നിർമ്മിക്കാൻ പോവാണ്. ആ നിർമ്മാണത്തിന് വേണ്ട വിവേകമോ അറിവോ കപ്പാസിറ്റിയോ ഒന്നും അവിടുത്തെ അറാബ്സിനൊന്നും ഇല്ല. അതുകൊണ്ട് ആ അറിവും ആ ടെക്നോളജിയും ആ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള 2 രാഷ്ട്രങ്ങളെ ഈ സ്ഥലത്ത് ഈ പാത്രം കൊണ്ട് വെച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? സദ്ദാമിനെയും വിരട്ടി ഓടിച്ച് ഈ സ്ഥലത്ത് ചെന്ന് 2 സ്ത്രീകളെ പാത്രം അവിടെ വച്ചു.
അവിടെ ആധിപത്യം ചെലുത്തി. മനസ്സിലായില്ലേ? അമേരിക്ക നയിച്ച ഏത് യുദ്ധത്തിലും കൂടെ പങ്കെടുക്കുന്ന പാർട്ട്ണറാണ് ബ്രിട്ടൻ. അതാ ചരിത്രത്തിൽ കാണുന്നത്. അവിടെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ബിസിനസ് ശക്തിപ്പെടുത്താൻ പോവാ. തൊട്ടടുത്ത് ദുബൈയൊക്കെയല്ലേ കിടക്കുന്നത്, ഇൻ്റർനെറ്റ് സിറ്റിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ വിപ്ലവം അതിന് വരാൻ പോകുന്ന, ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇത്തരം സെയിൽസ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും ഇറാഖ് പട്ടണം? ഇറാഖ് പട്ടണം എന്ന് പറഞ്ഞാൽ പോരാ, ഈ നഗരി, ഈ പറയപ്പെട്ട ഭൂപ്രദേശം മുഴുവൻ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. ഇനിയുള്ള ഭാഗങ്ങൾ വെളിപ്പാട് 18:10 മുതൽ വേഗത്തിൽ വായിച്ചോളൂ. അതെങ്ങനെ ഇരിക്കും? മഹാനഗരമായ ബാബിലോൺ. അങ്ങനെ പോലെ ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, മതി മതി മതി, ഇത്രയും ചേർത്തൊരു പേര് പറയാം, ജൂവൽസ്. പൊന്ന, വെള്ളി, രത്നം, മുത്ത്, ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും മനോഹാരിതയാർന്ന ആഭരണ വിപണി ഇറാഖിൽ ശക്തിപ്പെടാൻ പോകുന്നു. ഇറാഖ് കേന്ദ്രീകരിച്ച് പത്മരാഗക്കല്ല് പതിച്ച, ഗോമേതകമുത്ത് പതിച്ച, വൈഡൂര്യം പതിച്ച മനോഹരമായ റിങ്ങുകൾ, മാലകൾ, വളകൾ, ഇതൊക്കെ അവിടെ വിപണിയിൽ സജീവമാകും. എൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങൾ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ ഒരു അക്ഷയ കലവറയാണ് അല്ലേ? നമ്മുടെ കുവൈറ്റിലും ഒക്കെ ചില മലകൾ തന്നെ സ്വർണ്ണമാണ്. നമ്മുടെ ആൾക്കാർ ഇത് അറിയാഞ്ഞതൊരു ഭാഗ്യമായി. ഹനുമാനെ വിളിച്ചുകൊണ്ട് വന്നത് എടുത്തുകൊണ്ട് വിടും അച്ഛനെ ഈ സാധനം അല്ലേ. അവിടെ എല്ലാം പോലീസ് കാവലാണ്. നമ്മളവിടെ കറങ്ങുന്നുണ്ടെന്നുള്ള വിവരം സർക്കാരിനറിയാം. വേലും പോട്ടെ, ഈ നല്ല ഇത്തരം സ്വർണങ്ങളുടെ കലവറയാണതെന്ന് ഇവറ്റകൾ കണ്ടുപിടിക്കും മുമ്പ് ഈ പുസ്തകം മുൻകൂട്ടി പറഞ്ഞൊരു വാക്യമുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തിയിലെ ചില ഭാഗങ്ങൾ, അതിൽ വിട്ടുപോയൊരു ഭാഗം പറയാം, ഇവിടെ യോജിപ്പുള്ളത്. അവിടെ ധാരാളം പൊന്നുണ്ട്, അവിടുത്തെ പൊന്നു മേത്തരമാകുന്നു. എത്ര ആൾ മുമ്പ് മോശ പറഞ്ഞ ഉൽപ്പത്തിയിൽ. അതാ ഈ പുസ്തകത്തിൻ്റെ മഹത്വം. ഒട്ടകപ്പാല് കുടിച്ചും ഉണക്കമീൻ ഭക്ഷിച്ചും ഈന്തപ്പഴം കഴിച്ചും അക്ഷരാഭ്യാസമില്ലാതെ വിവേകമില്ലാതെ ജീവിച്ചുപോയ അറബികൾ ഇന്ന് ആർജിച്ചെടുത്ത സകല അഭിവൃദ്ധിക്കും ആധാരം ഈ പുസ്തകം വിളിച്ചു പറഞ്ഞ അവിടെ ധാരാളം കീൽക്കുഴികളുണ്ട്, എണ്ണക്കിണറുകൾ. അവിടുത്തെ സമ്പത്തിനെക്കുറിച്ച് കൃത്യം പ്രവചിച്ച് ഈ പുസ്തകം. നമ്മൾ പരിഹസിക്കുമ്പോൾ തന്നെ ഈ സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന ബ്രിട്ടനും അമേരിക്കയിലെ സയൻറ്റിസ്റ്റുകളൊക്കെ അവിടെ ചെന്ന് പണിയെടുത്തില്ലെങ്കിൽ അറബി പഴയ അവസ്ഥയിൽ തന്നെ ജീവിച്ചെന്നെ. മനസ്സിലായോ? അതാ സത്യം. അവിടെ ചെന്ന് ഇവരൊക്കെ ആധിപത്യം ചെലുത്തി ആ സ്രോതസ്സുകൾ മുഴുവൻ കണ്ടുപിടിച്ചു. അങ്ങനെ അത് സമ്പന്നമായി. അവിടുത്തെ ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരുതപ്പെട്ട ജുവലറികൾക്കൊന്നും പറ്റാതെ വരും. വലിയ പാടാണ്. ഞാൻ ഈ ഇടയ്ക്ക് KSRTC പള്ളക്ക് ഒരു പരസ്യം കണ്ടു, ജുവലറിയുടെ പരസ്യമാണ്. അതിലെഴുതിയിരിക്കുക, പണിക്കൂലി തീരെ ഇല്ലെന്ന്. എനിക്ക് മനസ്സിലായി, കണ്ടക്ടറേയും ഡ്രൈവറുടെയും കാര്യമാണ്. ജോലിയുണ്ട്, പണിക്കൂലി തീരെ ഇല്ലെന്ന് ഭയങ്കര വലിപ്പത്തിൽ എഴുതിയിരിക്കുക. സംഗതി ജുവലറിയുടെ പരസ്യമാണ്, പിന്നെ മനസ്സിലാകുന്ന അവസ്ഥയാണ് എഴുതിയിരിക്കുന്നല്ലേ. ജോലി ചെയ്യുന്നുണ്ട്, പണിക്കൂലി തീരെ ഇല്ലെന്ന്. അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ടുകാരുടെ അവസ്ഥ, KSRTC വള്ളം എഴുതിയേക്കുക. അപ്പോൾ ഇവിടെ പണിക്കൂലി കൂടുതൽ കുറവ് ഭയങ്കര ചർച്ച നടക്കുക. അപ്പോഴാണ് നമ്മളെ മൊബൈലിൽ കൂടെ ഇവിടെയുള്ളൊരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യം കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു കൗതുകത്തിന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ വാട്സാപ്പിലേക്ക് വരുന്നു. നമ്മളെ മനസ്സിലായി, ഭയങ്കര സൗഹൃദത്തിൽ ഇടപെട്ട് ഇതിൻ്റെ ഒരെണ്ണം ഞങ്ങൾ എത്തിച്ചേരാം, സാറിൻ്റെ നാളൊക്കെ പറഞ്ഞാട്ടെ, അത് ഭരണിയാണെന്നോ അശ്വതിയാണെന്നോ ഏതാണ്ടെല്ലാം പറഞ്ഞു.
അതിന് പറ്റിയ രത്നം പതിപ്പിച്ച ഒരു മോതിരം. പണമൊന്നും ഉടനെ അടയ്ക്കണ്ട, EMI ഇട്ട് ബാങ്കുകൾ റെഡിയാണ്. നമ്മുടെ സിവിൽ സ്കോറും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, സാർ ഒന്നും പേടിക്കണ്ട, ഇതെവിടെ വന്നിരിക്കും, മാസാമാസം പൈസ അടച്ചാൽ മതി. ഇത് കിട്ടിയ ആൾ ഈ മോതിരമെല്ലാം ഇട്ടു. അത്ര ഭംഗിയാണ്. ആ പത്മരാഗ കല്ല് പതിച്ച ഗോമേതകത്തിൻ്റെ മുത്തുകൾ നിറച്ച ഒരു മനോഹര മോതിരം ഈ കോട്ടയത്തൊരാളെയും കയ്യിലില്ല. ഈ കിട്ടിയ മാത്രയിൽ പുള്ളി അന്ന് തന്നെ ടൗണിലിറങ്ങി. ചെറിയ പരിചയമുള്ള ആളെ വരെ കാണുമ്പോൾ ചോദിക്കും, എന്നാണ്ട് വിശേഷമൊക്കെ, ഇപ്പോൾ എവിടെയാ? ആരും ചെയ്തു പോകും, കാരണം അത്ര ഭംഗിയാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്നാണ്, ഊരി വെച്ചുറങ്ങി. നേരം വെളുക്കുക ആരാണ്ട് അടിച്ചു മാറ്റി. ആകെ വിഷമിച്ച് എങ്ങോട്ട് പോയി പറയാനാ? പൈസ പോലും കൊടുത്തു തീർത്തില്ല. ഒടുവിൽ ഈ നേരം വെളുത്ത് വിഷമിച്ചിരിക്കുന്ന ആളിനൊരു കോള് കസ്റ്റമർ കെയറിൽ നിന്നാ. സാറേ, മോതിരം കിട്ടിയിട്ട് സന്തോഷമാണോ? എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, അത് പോയി. ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. പോലീസുകാരോടൊന്ന് പറഞ്ഞു നോക്കാം. സാർ അതൊന്നും വിഷമിക്കണ്ട, സാറിൻ്റെ മോതിരം പോയാൽ പകരമൊന്നും ഞങ്ങൾ തരും, അത്ര ഗ്യാരണ്ടി. അതിന് പുതിയ വിലയൊന്നും വേണ്ട, ഒരു ഡിപ്രിസിയേഷൻ ചാർജ് ഒരു 12,000 രൂപ ഇട്ടേക്ക്, അത്രേ ഉള്ളൂ. ലോകത്തെവിടെ അത് പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. ഭയങ്കര സന്തോഷം. ആ പണമൊക്കെ ഇട്ടു. അവരന്വേഷണം തുടങ്ങി. കോട്ടയത്തുനിന്ന് മോതിരെടുത്തവൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഇതെടുത്ത് പാത്ത് വെച്ചിട്ട് അതുവഴി സ്ഥലം വിട്ട് നേരെ എറണാകുളത്തിറങ്ങി. അവൻ ആകാംക്ഷ കൊണ്ട് ഈ ബാഗൊന്ന് തുറന്ന് അതിലേക്ക് എടുത്തിട്ടു. 2 മിനിറ്റ് കൊണ്ട് അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വിറച്ച് മാറുന്നില്ല. രോഗം മാറാതെ വന്നപ്പോൾ അടുത്തൊരു ക്ലിനിക്കിലേക്ക് കയറി. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് സ്റ്റെതസ്കോപ്പ് എടുത്ത് എൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് വെച്ചു. ഇതാ ഡോക്ടറും വിറയ്ക്കുന്നു. നമ്മൾ ഈ ആത്മപകർച്ച എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടുപേരും. ചില യോഗത്തിൽ ചെന്നാൽ വലിയ കഷ്ടമാണ്. ഞാനൊരു യോഗത്തിലെന്താ പൊരുത്തൻ ഈ തേങ്ങ വിളഞ്ഞതാണോ എന്ന് നോക്കുന്ന പോലെ നമ്മുടെ തല പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പറയുക, വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ. ഞാൻ ഈ മുടി എങ്ങനെ എത്ര മണിക്കൂർ കൊണ്ട് പണിതാ ഒതുക്കി വെച്ചേക്കെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങനെ കിരീടം പോലെ നിൽക്കുക. വെളിപ്പാട് ദിവസം പ്രസംഗിക്കുകയും വേണം. 10 തല 7 കൊമ്പ്, കൊമ്പുകളിൽ രാജമുടി. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. ഇതുപോലെ അങ്ങോട്ട് പരിശോധിച്ചു. 2 പേരും വിറയ്ക്കുന്നു. ഷാജി സാറായിരുന്നത്. കണ്ടു, സ്തോത്രം, പ്രൈസില്ല. അപ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നു. കൊടുക്കും. എന്താ സംഭവിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു, ഇയാളെ ഒന്ന് സ്കാൻ ചെയ്യണം. അങ്ങോട്ട് കൊണ്ടുപോകും. സ്കാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വാച്ചും ഇതൊക്കെ അഴിച്ചു മാറ്റണമല്ലോ. അഴിച്ചു മാറ്റിയപ്പോൾ ഒരു നേരിയ കുറവ് അങ്ങോട്ട് തീരുകയും ഒരു പോലീസ് ഓഫീസർ വന്നു. ടോം സാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പോലീസുകാരൻ ഇങ്ങനെ വന്നിട്ട് ഈ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തു. സെക്യൂരിറ്റിയോട് മാറാൻ പറഞ്ഞു. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ, ഇവൻ ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. വന്നു. ആ ഡോക്ടറുടെ മുറിയിലുണ്ട് എല്ലാം പറഞ്ഞു. ഡോക്ടറെ കണ്ടു. സല്യൂട്ടൊക്കെ കൊടുത്തു. ഇരിക്കും സാറേ. ഇല്ല സാറേ, നേരെ ഇല്ല. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് വന്നു. എന്ത്? അയാളെ സ്കാൻ ചെയ്യാൻ അങ്ങോട്ട് കയറ്റിയതാണ്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അതിപ്പോൾ ഈ രോഗമൊന്നും സാറ് നോക്കിയാൽ മാറുന്ന രോഗമല്ല, ഞങ്ങൾ നോക്കിയാൽ നോക്കുള്ളൂ. മനസ്സിലായോ? PIPയുടെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു, നമ്മുടെ ജസ്റ്റിനുമൊക്കെ, കുറേ നാൾ മുമ്പാണ്. അവിടെ ഈ കൗൺസിലിങ്ങൊക്കെ, എനിക്കിത് പിടിപാടൊന്നുമുള്ള കേസല്ല. അവിടെ ഒരു കൗൺസിലർ വന്നിട്ട് പറഞ്ഞു, കുട്ടികളിൽ ചിലർ ഇങ്ങനെ മ്ലാനവതരായിട്ട് എപ്പോഴും ഇരിക്കും, മൊബൈലിലൊക്കെ ഒത്തിരി നോക്കി ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ്. അത് കൗൺസിലിങ് വഴിയോ അതല്ലെങ്കിൽ മരുന്ന് കൊടുത്താലോ ഒന്നും അത് മാറത്തില്ല. അപ്പം ഞാനിത് കേട്ടിരുന്നിട്ട് എൻ്റെ സമയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിൽ ചിലപ്പോൾ ഇതിനൊന്നും ചികിത്സ കാണത്തില്ല. ഈ മൊബൈലിൽ നോക്കി ഒത്തിരി ഇരിക്കുക, കണ്ണിൻ്റെ കാഴ്ച പോവുക, ഏകാഗ്രത പോവുക, പിന്നെ നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കുക. ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിലോ കൗൺസിലിങ്ങിലോ ഒന്നും ഇതിന് മരുന്നില്ല. പക്ഷെ അവന് കൊടുക്കാനൊരു മരുന്ന് ഞാൻ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് അഡിയോതെറാപ്പി എന്നാണ്. ഡോക്ടർമാരെ കൂടെ ഉണ്ട്. ചുമ്മാതിങ്ങനെ ജീവിക്കുന്നവൻ്റെ
കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് അഡിയോതെറാപ്പി. പോട്ടെ. അപ്പോൾ ഇതുപോലെ ഇവനെ ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്യാം. നോക്കി പിടിച്ചപ്പോൾ ഇവൻ മോഷണം നടത്തിയ നിമിഷം മുതൽ ഇതുവരെയുള്ള മുഴുവൻ ട്രാക്ക് റെക്കോർഡും കിടക്കുക. പിന്നെ ഒന്നും പറയാൻ വയ്യ. ഒക്കെ കള്ളന് പോലും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ. വചനം പറയാ, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഹല്ലേലൂയ. അത്ര ഉൽപ്പന്നം വരുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ പിടിച്ചു നിൽക്കുമോ? ഇല്ല. ഞാനിത് ദുബൈയിൽ പ്രസംഗിച്ചു. പിറ്റേന്ന് കേൾക്കുന്നു ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അങ്ങനെ എത്ര എണ്ണം പൂട്ടി. ഇപ്പോൾ ഈ പൂട്ടിപ്പോയ സ്ഥാപനങ്ങളെപ്പറ്റി തന്നെ ഒരു സീരീസ് വന്നുകൊണ്ടിരിക്കുക. എന്തു പറ്റി, എങ്ങനെ പറ്റിയെന്ന്. കാരണം ഇവരുടെ വിലയോട് കിടപിടിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലേക്ക് മോറും പാൻഡലൂണും അതുപോലെ റിലയൻസും ഒക്കെ കട തുടങ്ങുമ്പോൾ എത്ര എതിർത്തിട്ടും കാര്യമില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിറ്റഴിക്കപ്പെടുന്ന വേറെ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് താഴെ കിടക്കുന്ന ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസുകൾ, ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ട ഐറ്റംസ്, ഇതെല്ലാം ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വീട്ടിലെത്തിക്കാനാണ് ഈ റോഡുകളും വിമാനത്താവളങ്ങളും ഇതെല്ലാം ഇങ്ങനെ സജ്ജമാകുന്നത്. ഒരു ഒരുക്കമാണ്. ബാബിലോൺ എന്ന് പറയുന്നൊരു പ്രവണത തിരിച്ചു വരിക. ആ പ്രവണത കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവുമായി അനുബന്ധത്തിൽ എതിർക്രിസ്തു എന്ന ഏകാധിപതിക്ക് വേണ്ടി ഒരു കൊമേഴ്സ്യൽ സിസ്റ്റം, അവൻ കൊമേഴ്സ്യൽ ബാബിലോണിൻ്റെ, പൊളിറ്റിക്കൽ ബാബിലോണിൻ്റെ, റിലീജിയസ് ബാബിലോണിൻ്റെ മേധാവിയാണ്. അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് വേഗത്തിൽ കടക്കണം. അപ്പോൾ ബാബിലോൺ നമ്മളവിടെ വെച്ച് നിർത്തി. അതിൻ്റെ നാശം അനിവാര്യമെങ്കിൽ സന്ദർഭം പോലെ പറയാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിനി പോകേണ്ടത് ജെറുസലേം സെൻട്രിക്കായിട്ടുള്ള ചില ചിന്തകളിലേക്കാണ്. അത് ഇന്നലെ ചെയ്ത പോലെ പാതി വഴിയിലെത്തി നിൽക്കും. അതിൻ്റെ ബാക്കിയും ചേർത്ത് നാളെ ഉപസംഹരിക്കും. ഇതിനാണ് പദ്ധതി. സന്തോഷമല്ലേ? ഇത് മനസ്സിലാക്കണം കേട്ടോ, മനസ്സിലാക്കുകയും വേണം. നേരത്തെ ഇതുപോലെ ചോദ്യം ചോദിച്ചാൽ അത് സന്തോഷമാണ്. വരുമ്പോൾ കർത്താവ് സഹായിക്കട്ടെ. നമുക്കിന്നൊരു വാക്കിയെടുക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 23 verse 37 to 39. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, ഇത് നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. നമുക്ക് ഇവിടവും പഠിച്ച് മുമ്പോട്ട് പോകണം അടിസ്ഥാനപരമായിട്ട്. അങ്ങനെയല്ലേ? അപ്പോൾ യെരൂശലേമിനെ നോക്കി യേശു നടത്തുന്നൊരു പ്രവചന. യെരൂശലേമിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൻ്റെ മനോഹാരിത എന്താണ്? ഈ ആലയം വളരെ മനോഹരമാണ്. ഞാനിതേപ്പറ്റി, ഈ സ്ഥാപനത്തെപ്പറ്റി മറ്റ് പല പ്രസംഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. നമുക്കിത് ഉണ്ടായ ചരിത്രവും അന്നത്തെ മനുഷ്യനനുഭവിച്ച ത്യാഗവും ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളും ഉണ്ണിച്ചാൻ്റെ സംഭാഷണത്തിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കി, ചോദിച്ചൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. കാരണം എങ്ങും നമ്മെ നിലനിർത്താത്ത വിധം പരിഹസിക്കപ്പെട്ട് കല്ലെറിഞ്ഞോടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചു വന്ന വഴികൾ ഇത് ഇപ്പം ഇന്ന് വളരെ മനോഹരമാണ്. പക്ഷേ ആലയത്തിൻ്റെ മനോഹാരിത എന്താ? ഏത് പാസ്റ്റർ അവിടെ ഇരിക്കുന്നു? ആരാ അതിഥി? എത്ര എയർ കണ്ടീഷനുണ്ട്? എത്ര കുടുംബമുണ്ട്? എന്താണ് ഇൻകം? ഇതല്ല മനോഹാരിത. അതിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യമാണ്. നമ്മുടെ മാത്രമല്ല, നീ
സാക്ഷാൽ യെരൂശലേമിൻ്റെ വാല്യൂ എന്താ? ദൈവസാന്നിധ്യ. ആ ദൈവസാന്നിധ്യത്തെ അവരെ വിളിച്ചത് ഷെഖേന, ദൈവത്തിൻ്റെ തേജസ്. സോളമൻ മനോഹരമായൊരു ദേവാലയം പണി കഴിച്ചിട്ട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് വസിക്കണം. അതേറ്റവും സന്തോഷം. ഈ സമാഗമന കൂടാര, ഈ കൂടാരം പണി കഴിപ്പിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം എത്തുമ്പോൾ തീർന്നു അല്ലേ? അതങ്ങോട്ട് തീരും വരെ ഇതിനകത്ത് കൂടി 3 പേർക്കും പണിക്കാർക്കും അവരുടെ നിർദ്ദേശം പോലെ അനായാസന യാത്ര ചെയ്യാം. പണിയെല്ലാം കൃത്യമാണോ എന്നറിയാൻ പർവ്വതത്തിൽ വെച്ച് മാതൃക കണ്ട മോശയ്ക്ക് കിടക്കാം, ഒഹേലിയാവിനും ബെസലേലിനും കിടക്കാം. പക്ഷേ ഈ ദേവാലയത്തിൻ്റെ പണി അങ്ങോട്ട് പൂർത്തീകരിക്കുകയും ഇവരെല്ലാം പുറത്തിറങ്ങി. അവിടുന്ന് ലേവ്യ പുസ്തകം തുടങ്ങുന്നത്. ലേവ്യ 1:1 തന്നെ ആവേശകരമാണ്. തുടങ്ങുന്ന എങ്ങനെ? യഹോവ സമാഗമന കൂടാരത്തിൽ. അല്പം വരെ മോശ, ബെസലേൽ, ഒഹേലിയ. പക്ഷേ ഇപ്പോൾ ആരാ? ദൈവം സമാഗമന കൂടാരത്തിൽ. ദേവാലയത്തിൻ്റെ മനോഹാരിത 48 പലകകൾ പൊന്നു പൊതിഞ്ഞിരിക്കുന്നതല്ല, വെള്ളി കൊണ്ടുള്ള ചിമിഴികളല്ല, അതിലെ മനോഹരമായ കെരൂബിൻ്റെ നിർമ്മാണ വൈഭവമല്ല, അവിടെ ഉയർന്നു കേൾക്കുന്ന പാട്ടല്ല, പുരോഹിതൻ ധരിച്ചിരിക്കുന്ന മാർപ്പതക്കമല്ല, അഹരോന് ചുറ്റും നിൽക്കുന്ന ഇതര പുരോഹിതന്മാരല്ല, അതിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യം പോയി കഴിഞ്ഞാൽ ഇത് ഗോഡൗൺ പോലെയുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളെ ഇന്ന് അങ്ങനെ പഠിക്കണം. ദൈവസാന്നിധ്യം പോയാൽ നമ്മളെ കാശിന് കൊള്ളൂലെന്നേ. നമുക്കൊന്ന് തിരിച്ചിരുന്ന് ചിന്തിക്കാം. കർത്താവേ, നീ കൂടെ ഉള്ളതാ എൻ്റെ വില. തിരുസാന്നിധ്യമാണ് എൻ്റെ പദവി, തിരുസാന്നിധ്യമാണ് എൻ്റെ സർവസ്വവും. അത് മാറ്റിവെച്ചാൽ ഞാൻ ഒന്നുമില്ലെന്നേ. ഹല്ലേലൂയ. അപ്പം അങ്ങനെയെങ്കിൽ ജെറുസലേമിൻ്റെ നായകൻ അവിടേക്ക് വന്നപ്പോൾ അവർ കല്ലെറിഞ്ഞെങ്കിൽ അവർക്ക് വേണ്ട ക്രിസ്തുവിനെ. ക്രിസ്തു എന്തിനാ വന്ന? കർത്താവ് എന്തിനാ വന്നേ? തന്നോട് ചേർക്കാൻ വന്നതാ. നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റ് ചെയ്ത കുട്ടികളുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, നിങ്ങൾ എടുക്കാനാ ചെല്ലുന്നെങ്കിൽ അവൻ ഓടും, തല്ലാനാന്നാ വിചാരം അല്ലേ? പപ്പ അതെല്ലാം വരിക. പക്ഷെ അവനറിയില്ല ദീർഘമായി ക്ഷമിക്കാനൊരു മനസ്സും പാപ്പയ്ക്കുണ്ടെന്ന്, ദീർഘമായി അവനെ ഉൾക്കൊള്ളാനൊരു മനസ്സ് അമ്മയ്ക്കുണ്ടെന്നേ അവനറിയില്ല. കുടിച്ചു ബോധം കെട്ട് വഴിയിൽ കിടക്കുന്നവനെ നാട്ടുകാരെല്ലാം പരിഹസിക്കുമ്പോഴും കണ്ണീരോടെ ചെന്ന് താങ്ങുന്നൊരമ്മയെ കണ്ടിട്ടില്ലേ? ആ മാതൃചിത്തമാണ് കർത്താവിന്, ആ പിതൃചിത്തമാണ് കർത്താവിന്. ആ സ്നേഹമാണ് നമ്മളെ നാം ആക്കിയിരിക്കുന്ന ഘടകം. അങ്ങനെ സ്നേഹിക്കാൻ ചെന്നപ്പോൾ കല്ലെറിഞ്ഞോടിച്ചു. യേശു അവരെ നോക്കി പ്രവചിച്ചു, യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നോ, നിനക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം, സത്യത്തിൽ അത് വീടല്ല കേട്ടോ, അങ്ങനെ ഏകവചനാണ്, ഒയ്ക്കറ്റീരിയോൺ ഗ്രീക്കിലെ വേടതാണ്. നിങ്ങളുടെ ടെമ്പിളെ, നിങ്ങളുടെ ആലയം ശൂന്യമായി തീരും. ഞാൻ പോവാണ്, പരാജയപ്പെട്ടു പോവല്ല. കല്ലെറിഞ്ഞോടിച്ച ഞാനൊരു ദിവസം ജയാളിയായി ഈ വഴി വരും, വിജയ ശ്രീലാളിതനായി ഇതുവഴി വരും, രാജാതിരാജാവായി ഇതുവഴി വരും. ഇന്ന് കല്ലെറിഞ്ഞോടിച്ച നീ അന്ന് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറയും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയോളം നിങ്ങൾ ഇനി എന്നെ കാണില്ല. അന്ന് പറഞ്ഞ യേശു ഞാനിന്ന് പ്രസംഗിക്കുന്ന ക്ലാസ് എടുക്കുന്ന രാത്രി വരെ അവിടെ തിരികെ ചെന്നിട്ടില്ല. പക്ഷെ പറഞ്ഞത് യേശുവെങ്കിൽ 100% നമുക്ക് ഉറപ്പാണ് അതൊരു ദിവസം സംഭവിക്കും. ആ സംഭവത്തിൻ്റെ പേര് സെക്കൻഡ് കമ്മിങ്. സെക്കൻഡ് കമ്മിങ് അല്പം കൂടെ കഴിഞ്ഞുള്ള കാര്യം അത് കേട്ടോ,
അത് സെക്കൻഡ് കമ്മിങ്ങും കഴിഞ്ഞ് രാജ്യത്വം സ്ഥാപിക്കുക കേട്ടോ. അതിനു വേണ്ടിയാണ്. എങ്കിലും സെക്കൻഡ് കമ്മിങ് എന്ന് പറയാം. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് അറസ്റ്റ് വരിച്ചു, കർത്താവിനെ ക്രൂശിച്ചു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം നമുക്ക് പ്രത്യക്ഷനായി. അടുത്ത 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടി. പെന്തക്കോസ്ത് നാളിൽ തിരുസഭ ഔദ്യോഗികമായി രൂപവൽക്കരിച്ചു. അത് അവിടെ വരെയുള്ള ചരിത്രം. ശരിയല്ലേ? ഇനി യേശു പ്രവചിച്ച ആ സന്ദർഭവും സ്ഥലവും ഒക്കെ ഒന്ന് പഠിച്ചു പോകണം. ഏതാണ്ട് 8.3 ഏക്കേഴ്സ് വിസ്തൃതിയുള്ള ഒരു പട്ടണം, ഒരു ഭൂപ്രദേശമായിരുന്നു അന്നത്തെ യെറുസലേം. യെറുസലേം വലിയൊരു നഗരമാണ്. അതിലെ ദേവാലയ പരിസരവും എല്ലാം കൂടെ കൂട്ടി ആ സ്ഥലത്തിൻ്റെ വലിപ്പമാണ് 8.3 ഏക്കർ, ഒരു 8.5 ഏക്കർ. ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ ആകൃതിയോട് കൂടിയതും 8.3 ഏക്കേഴ്സ് ഉള്ളതും ഏകദേശം 5 ചെറുമലകൾ മുട്ടിയുരുമി കിടക്കുന്നതുമായ ഒരു സ്ഥലം, ഒരു പട്ടണം, മലയാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ 5 മലകൾ കാണൂല. 4 ഏതാണ്ടൊക്കെ അസൈൻ ചെയ്യാം. ശ്രദ്ധിക്കാം. 4 ഒരെണ്ണം കൃപാവരമുള്ള ആരും പ്രാർത്ഥിച്ച് കടലിലിട്ടൊന്നും അല്ല കേട്ടോ, വിശ്വാസം കയറിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിപ്പോയി. അപ്പോൾ അതവിടെ ഉണ്ട്. പക്ഷേ ഈ 4 മലയ്ക്കകത്തായി. മനസ്സിലായല്ലോ? ഈ 4 മലകളുടെ പേര് നമുക്കറിയാം. ഒന്ന് യെബൂസ്യനായ ഓർന്നാൻ്റെ കളം, ദാവീദ് വിലയ്ക്ക് മേടിച്ചു. 2 നിങ്ങളറിയുന്ന മറ്റൊരു പ്രധാന സ്ഥലമുണ്ട്. അത് ദൈവപുരുഷനായ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. ഇനി ഒന്ന് ഉത്തരഗിരിയായ സിയോൻ, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. ഇനി ഒന്ന് നമുക്കൊക്കെ പരിചിതമായൊരു സ്ഥലം, കാൽവറി എന്ന ഗോൽഗോഥ. ഇതിൽ ഈ മോറിയ മലയുടെ തൊട്ട് പിന്നിൽ ആണ് കാൽവറി. അതിൻ്റെ ആ ലൊക്കേഷൻ എന്ത് രസകരമാണ്. പിതാവ് അബ്രഹാം തൻ്റെ ഏകജാതനെ വെട്ടാൻ ഒരുമ്പെടുമ്പം പിന്നിൽ നിന്നൊരു വിളി, അബ്രഹാമേ. തിരിഞ്ഞു നോക്കിയാൽ ചെന്ന് തട്ടുന്നത് കാൽവറിയില്ല. ആ കാൽവറിയില്ല, പിതാവ് തൻ്റെ ഏകജാതനെ യാഗമാക്കിയതല്ലേ. ഇതെല്ലാം കൂടെ കൂടി ഇതൊക്കെ പറയുമ്പോഴും ഈ മല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം വേണ്ട. ഹൈറേഞ്ച് പോലൊന്നും അല്ല, മൊട്ടക്കുന്നുകൾ. ഹൈറേഞ്ചിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ തേയിലത്തോട്ടത്തെ ചെറിയ മല കാണുമല്ലോ, അതുപോലെയുള്ളൂ കുഞ്ഞു മലകൾ. എന്തിന് നമ്മുടെ കാൽവറി എന്ന ഗോൽഗത തന്നെ കഷ്ടിച്ച് നമ്മുടെ ഈ പൊക്കേ ഉള്ളൂ. ഇത്ര ഉള്ളൊരു കുഞ്ഞു മല. അതിൽ വിരോധമുണ്ടോ? വിരോധിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ അത്ര ആയിരുന്നു, എന്നോട് എന്തിനാണ് വിരോധിക്കുന്നത്? അത് വിരോധിക്കാൻ കാരണം ഈ സ്ത്രീകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വല്ലാതെ വൈബ്രേഷൻ ഇട്ട് ഈ കാൽവറി വലുതാക്കി കളഞ്ഞ് കാൽവറി ഗോൽഗോഥ. ഇത്രയും വൈബ്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനുള്ള വകുപ്പില്ല. ഈ കുഞ്ഞു മലക ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെന്നാ കാൽവറി. എനിക്കറിയത്തില്ല. അത് സഹോദരിമാർ മാത്രമല്ല, നമ്മൾ ഈ പാസ്റ്റർമാർ തന്നെയാണെങ്കിൽ ഈ കർത്തൃമേശ നടത്തുമ്പോൾ ഈ അപ്പവീഞ്ഞുകൾ എടുത്തു വെച്ചിട്ട് കരയുന്ന പോലൊരു ടോണില്ല സംസാരിക്കുന്നത്. അതൊരു ശബ്ദത്തിൻ്റെ ഒരു സംവിധാനമാണ്. നമ്മുടെ കർത്താവിനെ അടിച്ചു അങ്ങപ്പാട്, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനായോണ്ടാണ് ഈ രഹസ്യമൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഉപദേശി കർത്തൃമേശ ഞാനും ഇങ്ങനെയൊക്കെ കാരണം ആ കൃത്യസമയത്ത് ആ ടോൺ ഇട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. ആരും പിന്നെ പരിപാടിക്ക് വിളിക്കില്ല. നമുക്കറിയാതെ അത് ഇട്ടില്ലേ തന്നെ അത് അവിടെ വരും ആ സമയമാകുമ്പോൾ. അപ്പോൾ പോട്ടെ. അപ്പോൾ കാൽവറി മനസ്സിലായി, ഗോൽഗോഥ മനസ്സിലായി, 4 മലകൾ മനസ്സിലായി. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മല പോലെ ഇങ്ങനെ കിടക്കുക. അത് തീരുന്ന ഇടത്ത് നിന്ന് മറ്റൊരു മല കിഴക്കേ ഭാഗത്ത് തലയുയർത്തി നിൽക്കും. ആ മല
1.5 2 മലയാണ്, വലിയ പൊക്കമുള്ള മലയാണ്. അത് നിങ്ങളറിയും. അതിൻ്റെ പേരാ ഒലിവ് മല. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, പോയില്ലേലും ഇതറിയാം. ഈ ഒലിവ് മലയെയും യെറുസലേമിനെയും തമ്മിൽ വേർതിരിക്കുന്നൊരു നീരൊഴുക്കുണ്ട്. അതിൻ്റെ പേര് കിദ്രോൻ. ചുരുക്കി പറഞ്ഞാൽ, വിശാലമായ ഈ യെറുസലേം എന്ന നഗരി, ആ നഗരിക്ക് ചുറ്റും ഒരു കോട്ട, ആ കോട്ടയുടെ കിഴക്ക് വശത്ത് ഒരു വാതിൽ, ആ വാതിലിനെ കുറിച്ച് കൂടി ഒന്ന് പറയാനുണ്ട്. കിഴക്കോട്ട് ദർശനമുള്ള ആ വാതിൽ വർഷങ്ങൾക്കപ്പുറത്ത് അടച്ചതാണ്. ഇന്ന് വരെ അത് തുറന്നിട്ടില്ല. തുറക്കാൻ ഒത്തിരി ശ്രമം നടത്തി. 1919 അത് തുറക്കാൻ അറബികൾ നടത്തിയ ശ്രമമുണ്ട്. ഗ്രാൻഡ് മുഫ്തിയുടെ കാലത്ത് തുറക്കാൻ ശ്രമിച്ചു, തുർക്കികൾ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും തുറക്കാൻ കഴിയാതിരുന്നപ്പോൾ ഇസ്രയേലിൻ്റെ പക്കലേക്ക് ആധിപത്യം വന്നപ്പോൾ അവരൊന്നുകൂടി അത് പണിത് ബലവത്താക്കി അത് സീൽ ചെയ്തു. നമുക്ക് അവിടെ ചെല്ലുകയൊക്കെ ചെയ്യാം. അത് അടച്ചിട്ടിരിക്കുക. എവിടേക്ക് അഭിമുഖമായിട്ടുള്ളത്? ഒലിവുമലയ്ക്ക് അഭിമുഖമായുള്ള കിഴക്കേ വാതിൽ അടച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാരണം കൂടെ പറഞ്ഞു പോകാം. അറബികൾ ഇവരുമായിട്ട് ലോഹിയായിട്ടിരിക്കുന്ന കാലത്ത് ഇസ്രായേലിനോട് ചോദിച്ചു, ഞങ്ങൾ യെരുസലേമിൻ്റെ പല വാതിലും തകർത്തു, 12 വാതിൽ, പിന്നെ 8 വാതിലൊക്കെ ആയിരുന്നു. ഈ ഗോപുരങ്ങളെല്ലാം തകർത്തു, പക്ഷെ കിഴക്കേ വാതിൽ മാത്രം തൊടാൻ പറ്റുന്നില്ല. ഇതെന്താണ് ഞങ്ങൾക്ക് കീഴടങ്ങാത്തതിൻ്റെ കാരണം എന്താ? യഹൂദർ അഭിമാനി പറഞ്ഞു, ഇതങ്ങനെ എല്ലാവർക്കും വേണ്ടി തുറക്കില്ല. ഇതുവഴി ഒരുവൻ വരും, അത് ഞങ്ങളുടെ മശിഹയാണ്. അവൻ്റെ മുമ്പിൽ മാത്രം തുറക്കാൻ പാകത്തിന് ഈ വാതിലിങ്ങനെ കിടക്കല്ലേ. ഇതിനകത്ത് അലക്സ ടെമ്പിൾ മുസ്ലിങ്ങളുടെ, അതിനകത്താണ് മുസ്ലിങ്ങളുടെ മറ്റൊരു ദേവാലയം. അതിൻ്റെ പേര് ഡോം ഓഫ് ദ റോക്ക്. അത് ഞാൻ ക്രമേണ പറയാം. അപ്പോൾ അറബികളിത് മനസ്സിലാക്കി. എൻ്റെ കാരണം റബിമാർ പറഞ്ഞു കൊടുത്തു. വായിക്കാം, എസെക്കിയേൽ പ്രവചനം 44:1 മുതൽ വായിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്, കിഴക്കേ വാതിൽ എന്തുകൊണ്ട് ഓപ്പണല്ല? പ്ലീസ് റീഡ്. പ്രവാചകനെ ഒരു കാഴ്ച കാണിക്കുക. അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തേ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ ഈ വാതിലടച്ചിരുന്നു. കാരണം അപ്പോൾ യഹോവ എസെക്കിയേലിനോട് അരുളി, മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. അതാ കാര്യം. യഹോവയുടെ മഹത്വം ദേവാലയത്തിൽ ആവസിക്കേണ്ടതിന് ശെക്കേന കടന്നുപോയ വാതിൽ അന്നടച്ചതാണ്. ഇന്ന് വരെ തുറന്നിട്ടില്ല. ഇപ്പോൾ ജോഗ്രഫിക്കലി ആ ലൊക്കേഷൻ മനസ്സിലായല്ലേ? 8.3 ഏക്കേഴ്സ്, 5 മലകൾ മുട്ടിയുരുമി കിടക്കുന്നു. മലമേലിരിക്കുന്ന പട്ടണം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. മനോഹരമായ ദേവാലയം അവിടെ നിലനിന്നിരുന്നു. ആ ദേവാലയം ഉൾക്കൊള്ളുന്ന ക്യാമ്പസ്, ആ ഭൂപ്രദേശം ചുറ്റുമതിലുകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ 12 വാതിലുകൾ, പിൽക്കാലത്ത് 8 വാതിലുകൾ, ഇങ്ങനെയൊക്കെയായി അത് വിഭജിക്കപ്പെട്ടിരുന്നു. ഒടുക്കം ആ വാതിലുകളൊക്കെ തകർത്ത് ശത്രുക്കൾ പിൽക്കാലത്ത് കയറിയിട്ടുണ്ട്. അത് യഥോചിതം പിന്നെ പറയാം. ഇത് വന്ന് തീരുന്നയിടത്ത് കിദ്രോൻ തോടൊഴുകുന്നു. ആ കിദ്രോൻ തോട് കടന്നാൽ നമ്മൾ അക്കരെ എത്തുന്നത് ഒലിവുമല. ഈ കിദ്രോൻ തോട് അങ്ങോട്ട് കടക്കുകയും നമ്മൾ ആദ്യം അങ്ങോട്ട് കയറുമല്ലോ, അത് കിഴക്ക് വശത്താ, അങ്ങോട്ട് കടക്കുകയും ആദ്യം സ്പർശിക്കുന്ന സ്ഥലത്തിനൊരു പേരുണ്ട്, മറക്കണ്ട, ഗത്സമേന. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച, അവനെ അറസ്റ്റ് ചെയ്ത ഗത്സമേന തോട്ടം. ഗത്സമേന എന്ന പദത്തിൻ്റെ അർത്ഥം നീർ പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം, മുന്തിരിച്ചക്കരിക്കുന്ന സ്ഥലം, ഒലിവെണ്ണ ആട്ടിയെടുക്കുന്ന സ്ഥലം, പ്രസ് ചെയ്യുന്ന സ്ഥലം, അമർത്തുന്ന സ്ഥലം, നീരൊഴുക്ക് ശേഖരിക്കുന്ന സ്ഥലം. ഗത്സമേന.
ഈ ഗസ്സമന കടന്ന് മുകളിൽ വരെ ചെല്ലാൻ ഏകദേശം ഒരു അരമണിക്കൂർ വേണം, 20 മിനിറ്റ് മുതൽ. അപ്പോൾ വലിയൊരു മലയാണ്. ഈ മലയ്ക്കൊരങ്ങേ ചെരുവുണ്ട്. ആ ചെരുവിലും വിശേഷപ്പെട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മുടെ ലാസർ പാർത്ത ബെഥാന്യ. ഓക്കെ, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. ഇപ്പോഴും ഉണ്ട് കടുക് മരം. ഒരു 60 ഇഞ്ചൊക്കെ വണ്ണം വെക്കും. നല്ലൊരു മരം, കുറേയേറെ ഉണ്ട്. കിട്ടുന്ന ഉൽപ്പന്നം കടുകാണ്. ഒരു ബ്രൗണീഷ് കളറാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് നമ്മുടെ രവിചന്ദ്രൻ മാഷുമൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. സകല പക്ഷികളും വന്ന് ഈ മരത്തിലിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ്. ഞാനിതിലൊരാൾ സംസാരിച്ചപ്പോൾ അയാളെ ആ ചിരി അങ്ങ് തീരട്ടെന്ന് ഓർത്തു. ആ വിഷമം മാറണമല്ലോ. തീർന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നിൽ അവിടെ പോകണമല്ലേ, ഗൂഗിൾ തപ്പിയാൽ മതി, അതുവഴി എല്ലൊന്ന് കണ്ടുപിടിക്കും. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, ചുമ്മാ പറഞ്ഞല്ല. അത്തരം മരങ്ങൾ അവിടെയുള്ളൂ. കടുക് മരങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും വില കൊടുത്തു കഴിഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ അവിടെ തന്നെ വിലപിടിപ്പുള്ള ഒട്ടക രോമം കൊണ്ടുള്ള വസ്തുക്കളൊക്കെ കിട്ടും. തൊഴിലുൽപ്പന്നങ്ങൾ കിട്ടും, വളരെ ക്വാളിറ്റി ഉള്ളത്, വില കുറച്ച് കിട്ടും. ഇതൊക്കെയാണ് ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ലാൻഡും ഒക്കെ മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ദിവസം ബാബിലോണിനെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രധാനമാണ്. കഥ കേൾക്കുന്നല്ലോ, കേൾക്കരുത്. എനിക്ക് പ്രവചനം പറഞ്ഞ് പൂരിപ്പിക്കണം. ഇതിലെ ഓരോ ഇഞ്ച് സ്ഥലവും വിലപിടിപ്പുള്ളതാ. നാളെ അതിൻ്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിനാണ് പറഞ്ഞതെന്ന്. ഞാനെന്തിനാണ് യൂബ്രട്ടീസ് നദിയുടെ നീളവും വീതിയൊക്കെ പറഞ്ഞെന്നറിയണ്ടേ? വെളിപ്പാട് പറയുക, 6-ാമത്തവൻ തൻ്റെ കലശം യൂബ്രട്ടീസിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ അത് വറ്റി. ചരിത്രത്തിലൊരിക്കൽ അത് പണ്ട് വറ്റിച്ചെങ്കിൽ അത് ആവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തേടിയ അതിൻ്റെ നീളമൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്നത് സുപ്രധാന കാര്യങ്ങളാണ്. നാളത്തെ വിശദീകരണത്തിൽ അവ ചേർത്തൊരു പാലം പണിയുന്ന പോലെ പണിത് നമുക്ക് തീർക്കണം. അപ്പോഴേ ഇവിടെ നിന്നേശു താഴെയുള്ള ദേവാലയത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മനോഹരമായ ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത് മുത്തുകളാൽ അലങ്കരിച്ച് മനോഹരമാക്കിയ ദേവാലയം പണ്ട് സോളമൻ പണിതത്. നെബൂഖദ്നേസർ ഇടിച്ചു പൊളിച്ചു. പിന്നീട് വീണ്ടും സെരുബ്ബാബേൽ പണിതു. കാലഹരണപ്പെട്ട ആ മന്ദിരം രാജ്യം ഭരിക്കുന്ന ഹെരോദ രാജാവ് വീണ്ടും പുനർനിർമ്മിച്ചു. ജനം വഴിപാടുകൾ കൊണ്ട് അലങ്കരിച്ചു. ദൂരെ നിന്ന് നോക്കിയാൽ ഈ വെളിച്ചത്തിങ്ങോട്ട് വ്യാപരിച്ചിട്ട് വെട്ടിത്തിളങ്ങല്ലേ സ്ഫടികശോഭയുള്ള ഈ കെട്ടിടം. ഇത് കണ്ടിട്ട് നമുക്കെന്ത് പറയാൻ തോന്നും? ഫേസ്ബുക്കിൽ എഴുതുന്നൊരു കമൻറ്റ് കൊള്ളാം, നന്നായിരിക്കും, നമ്മുടെ ഭാവനയ്ക്കൊത്ത് നമ്മൾ ലൈക്ക് അടിക്കുകയും എഴുതുകയും ചെയ്യുന്ന പോലെ പറഞ്ഞാൽ മതി. കർത്താവ് നടത്തിയ കമൻ്റ് എന്താണെന്നറിയണ്ടേ? ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർക്കൊരു സങ്കടം വരാൻ കാരണം ഇത്രയും നല്ലതല്ലേ, ഒരു വൈകാരികമായൊരു ബന്ധം അവർക്ക് ആ സ്ഥാപനത്തോടുണ്ട്. അങ്ങനെയാണ്. സ്തോത്രം. ഏതായാലും പറഞ്ഞത് കർത്താവാണേ നടക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, പത്രോസ് ആയിരിക്കും ഗുരു, അത് എപ്പോൾ സംഭവിക്കും? അവിടുത്തെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ലോകാവസാനം എന്നല്ല, ശരി പ്രയോഗം എന്താ? യുഗാവസാനം, അയോണാസ്, അതിൻ്റെ അവസാനം എന്തെന്ന് പറഞ്ഞു തരണം. മറുപടി ഒരു ഉജ്ജ്വല പ്രസംഗമല്ലേ. അത് നമ്മൾ വിളിക്കുന്ന ഒലിവറ്റ് ഡിസ്കോസ്, കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണം. ഗംഭീരമായ ആ പ്രസംഗമാണ് മാത്യു 24, മാർക്ക് 13, ലൂക്ക് 21 എഴുതിയിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ പറയുക, ഈ ദേവാലയം തകരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് മനസ്സിലാക്കണം. അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഈ ഓടിപ്പോക്കേ ഒരു ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം.
ഗർഭവതികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ അയ്യോ കഷ്ടം. ആ നിമിഷങ്ങളുടെ തീവ്രാനുഭവങ്ങളെക്കുറിച്ച് യേശു പ്രവചിച്ചു. ഏതാനും നാൾക്കുള്ളിൽ യേശു അറസ്റ്റ് വരിച്ചു, യേശുവിനെ ക്രൂശിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പക്ഷേ AD 30 ഒരു ഏപ്രിൽ മാസത്തിൻ്റെ മധ്യാഹ്നത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ സ്ഥലത്ത് നിന്ന് പ്രവചിച്ച സംഭവങ്ങൾ നിറവേറാൻ കഷ്ടിച്ചൊരു തലമുറയുടെ കാലം മാത്രം മതിയായിരുന്നു. 40 വർഷം. ഏകദേശം AD 70, AD 30 ഈ പ്രവചനമെങ്കിൽ, അല്ല 29 ഒരു 41 വർഷം. അങ്ങനെയെങ്കിൽ AD 70 എത്തുമ്പോഴേക്കും രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ. ഈ ടൈറ്റസ് കൈസർ എന്നുള്ളത് സേനാനായകൻ്റെ പേരാണ്. പക്ഷെ പിന്നീട് അയാൾ ചക്രവർത്തിയാകുന്നു. ആ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് സീസർ. അത് ചേർത്ത് പറയുന്നതാണ് ടൈറ്റസ് കൈസർ. അയാൾ നിയോഗിക്കപ്പെട്ടു യെരുസലേം പിടിക്കാൻ. ഒരു വലിയ സൈന്യമായി ടൈറ്റസ് കൈസർ യെരുസലേമിൽ വന്നു. ഒലിവ് മലയിൽ സൈനിക ക്യാമ്പ് സജ്ജീകരിച്ചു. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു കൂടെയുള്ളവരോട്, ഈ കെട്ടിടം പൊളിക്കരുത്. റോമക്കാരുടെ ദേവനായ സെയൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഇന്ദ്രൻ എന്ന് വിളിക്കുന്ന ദേവൻ്റെ റോമൻ പതിപ്പാണ് സെയൂസ്, ഗ്രീക്ക് പതിപ്പാണ് സെയൂസ്. അപ്പോളോ നമ്മളെ സംബന്ധിച്ച് അതൊരു ടയറാണ്, പക്ഷെ അവിടുത്തെ ഒരു ദേവനാണ്. ഈ ടയറൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ മതവികാരം ഭരണപ്പെടാത്ത ഭയങ്കരമാണ് അല്ലേ? ഞാനിങ്ങനെ എത്ര ദൈവങ്ങൾ കാലഹരണപ്പെട്ടു അല്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ അർത്തമീസും അഫ്രോഡിറ്റസും ഒക്കെ കാലഹരണപ്പെട്ടു അല്ലേ? അതാ ബൈബിൾ വ്യാപരിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം പലതും കാലഹരണപ്പെടും. മ്യൂസിയത്തിൽ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. എനിവേ, ഈ സ്ഥലത്ത് നിന്ന് ഇവരെയൊക്കെ പ്രതിഷ്ഠിക്കണം. ആ സ്ഥലം ഒരു സർവ്വമത പ്രാർത്ഥന കേന്ദ്രമാക്കി മാറ്റണം. അതിനകത്തെ കാണിക്ക നമുക്ക് ശേഖരിക്കണം. ഇത്യാദി ആഗ്രഹങ്ങളോടെ ദേവാലയം പിടിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ ഇതിനകത്ത് ധാരാളം ആളുകളും പടനായകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. യുദ്ധം വേണ്ട, ഏറ്റുമുട്ടൽ വേണ്ട, മാന്യമായി കീഴടങ്ങാനുള്ള അവസരം. അതിന് സൈനികരെ ഇതിനു ചുറ്റും വിന്യസിച്ചു. അങ്ങനെ സൈന്യങ്ങൾ യെരുസലേമിനെ വളഞ്ഞു. ഒടുക്കം ഒരു 5-6 മാസമായപ്പോഴേക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുന്നില്ല അകത്തുള്ളവർ. കാരണം ഭക്ഷണം തീർന്നു. ഭക്ഷണം തീർന്നിട്ടും ചിലർ പിടിച്ചു നിന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ കീഴടങ്ങുന്നില്ലെങ്കിൽ വെട്ടിക്കൊല്ലും. വലിയ പ്രശ്നമാണ്. അകത്തിരുന്നവർ ചെറുക്കാൻ പരമാവധി നോക്കി. ക്ഷാമം ശക്തമായപ്പോൾ അവർ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നു. വളർത്തുമൃഗങ്ങൾക്കും ആഹാരമില്ലാതെ അതിൽ ചിലത് ചത്തുപോയതിൻ്റെ ചീഞ്ഞ മാംസം ഭക്ഷിച്ചു. ഒടുക്കം അവർ ഇട്ട് ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഭക്ഷിക്കേണ്ടി വന്നു. ക്ഷാമത്തിൻ്റെ ആധിക്യം കണ്ട് നിലത്ത് വിടരുന്ന പുല്ല് വെറുക്കി തിന്നേണ്ട അവസ്ഥ വന്നു. സ്വന്തം വസ്ത്രം കടിച്ചു തിന്നേണ്ട അവസ്ഥ വന്നു. വിശപ്പിൻ്റെ ആധിക്യം അവരെ ഭ്രാന്തന്മാരാക്കി മാറ്റി. സ്വന്തം മക്കളെ മനുഷ്യൻ അത്തരം ഭ്രാന്തിൻ്റെ ആധിക്യം കൊണ്ട് ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ എത്ര തീവ്രമാണ് കാര്യങ്ങളെന്ന് ഓർത്ത് നോക്കുക. കാരണം സമനില തെറ്റിപ്പോയിരിക്കുന്നു. ഈ തക്കം നോക്കി ടൈറ്റസിൻ്റെ സേന ഇരമ്പിക്കയറി. വാതിൽ കാത്തുകൊണ്ടിരുന്ന ഒരു യഹൂദർബി കയ്യിൽ കരുതി വച്ചിരുന്ന താക്കോൽ ഉയരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഗബ്രിയേൽ, മിഖായേൽ, നിങ്ങളിത് കാത്തുകൊള്ളണം. ഞാൻ ദുർബലനായിരിക്കുന്നു. അയാളുടെ നെഞ്ചിലൂടെ കുതിരയെ കയറ്റി ചീറിപ്പായുന്ന സൈനികരകത്ത് കടന്ന് ആളുകളെ തലങ്ങും വിലങ്ങും വെട്ടി ചോരപ്പുഴയൊഴുക്കി ഒടുക്കം ദേവാലയത്തിനകത്തും കടന്നു. ആണ്ടിലൊരിക്കൽ മാത്രം പുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനകത്തും ഇരുമ്പ് ബൂട്ട്സിട്ട് ചവിട്ടി നശിപ്പിച്ച് ദേവാലയത്തിൻ്റെ മഹത്വം മുഴുവൻ നശിപ്പിച്ച് തലങ്ങും വിലങ്ങും പടയാളികൾ സഞ്ചരിക്കുമ്പോൾ ഒരുവൻ ആകാംക്ഷ കൊണ്ട് അരണ്ട വെളിച്ചത്തിലെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങിയെന്നറിഞ്ഞ് ഒരു പന്തം ജ്വലിപ്പിച്ചതാണ്. ആ പന്തത്തിൽ നിന്നും തീപിടിച്ചു. തിരശീലയിൽ തീപിടിച്ചു. ദേവദാരു പലകകൾ കത്തി. ഇടിച്ചെടുത്ത തെളിവായ ഒലിവെണ്ണകൾ ശേഖരിച്ച് വച്ച ക്യാനുകളിലേക്ക്
ഈ തീ പടർന്നു. എന്തിന്? നിമിഷങ്ങൾക്കുള്ളിൽ യെരൂശലേം കൈക്കൊമ്പിളിൽ വാരിയെടുക്കാവുന്ന ഒരു പിടി ചാരമായി തീർന്നു. ദൂരെ അതിൻ്റെ പുക പൊങ്ങുന്നതൊക്കെ കണ്ട് സാധുക്കളായ യഹൂദന്മാർ അലമുറ കൂട്ടിക്കരഞ്ഞു. യെരൂശലേമിലെങ്ങും വിലാപവും ദുഃഖവും വേദനയും മാത്രം. ഈ തെരുവീതിയിലൂടെ ആ 40 ആണ്ടുകൾക്കപ്പുറത്ത് കുരിശും തോളിലെന്തിക്കൊണ്ട് നസ്രായൻ കടന്നു പോകുമ്പോൾ ഒരു പ്രവചനം നടത്തിയിരുന്നു. കരയേണ്ടത് എന്നെ ചൊല്ലിയല്ല, നിങ്ങളെയും മക്കളെയും ചൊല്ലി കരയണം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ രക്തം നമുക്ക് വിടുതലായപ്പോൾ, അവൻ്റെ രക്തം നമുക്ക് രോഗശാന്തിയായപ്പോൾ, അവൻ്റെ രക്തം നമുക്ക് വീണ്ടെടുപ്പായപ്പോൾ, ആ രക്തം ശാപമായി, ആ രക്തം വേദനയായി, ന്യായവിധിയായി ഏറ്റുവാങ്ങാൻ ഒരുപറ്റം ജനം എങ്ങനെയൊക്കെയോ നിയോഗിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അന്ന് തകർന്നു ദേവാലയം. മാസങ്ങൾ കൊണ്ട് തീയണഞ്ഞപ്പോൾ ഈ ടൈസ്റ്റസിൻ്റെ അരികിൽ ഒരാൾ വാർത്ത എത്തിച്ചു. സാർ, പ്രഭു, കോടികൾ വിലമതിക്കുന്ന സ്വർണം കത്തി ഉരുകി ഇവിടൊക്കെ കിനിഞ്ഞിറങ്ങിക്കിടപ്പുണ്ട്, അവ ശേഖരിക്കണം. ആനകളെ കൊണ്ടുവന്നു. ഇരുമ്പ് കലപ്പകൾ കൊണ്ട് കല്ലുകൾ പിഴുതുമാറ്റി ഓരോന്നും എറിയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗവും നിറവേറി. നമുക്കത് പറഞ്ഞിന്നങ്ങ് പിരിയാം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകരും. ഇപ്പം ആ ദേവാലയം ഇരുന്ന സ്ഥാനത്തൊന്നുമില്ല. വിലാപമതിലും ദേവാലയമായിട്ടൊരു ബന്ധമില്ല. വിലാപമതിലൊരു കോമ്പൗണ്ട് വാളാണ്, അത് പൊളിഞ്ഞിട്ടില്ല കേട്ടോ. കോമ്പൗണ്ട് വാൾ അവിടെ ഇരിക്കും, ദേവാലയമല്ല. ആ ദേവാലയം മുച്ചൂടും തകർന്നു. ദേവാലയം ഇരുന്ന സ്ഥാനത്ത് ഇന്ന് ഒമറിൻ്റെ പള്ളി എന്നൊരു സ്ഥാപനം. ഇതാര് പണിതാന്നറിയണ്ടേ? ഒരു മിനിറ്റ് കൂടി. AD 500, 600 എത്തുമ്പോൾ ക്രിസ്ത്യാനിറ്റി വളർന്ന് അതിൻ്റെ അപ്പോസ്തോലിക മുഖം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക നിലയിലായി. അന്ന് ഈ ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള സഭകൾക്ക് വലിയ ഡിമാൻഡായി. ടൗണിലിരിക്കുന്ന അധ്യക്ഷനെ ഒരു പേരിട്ട് വിളിച്ചു, മെട്രാപ്പൊലീസിലെ പാസ്റ്റർ. മെട്രാപ്പൊലീസ് എന്ന് പറഞ്ഞ നഗരം. അങ്ങനെ വന്നായി മെത്രാപ്പൊലിത്ത എന്ന പേര്. അതിന് കീഴിലുള്ള സഭകൾക്കൊന്നും ഡിമാൻഡ് ഇല്ലാതായി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ക്രിസ്ത്യാനിറ്റിക്ക് 5 കേന്ദ്രങ്ങളുണ്ടായി. പെൻഡാർക്കി എന്നാണ് പറയുക. 5 കേന്ദ്രം. ഇറ്റലിയിൽ, റോമിൽ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ, യെറുസലേമിൽ, അന്ത്യോക്യയിൽ, അലക്സാണ്ട്രിയയിൽ. ഇതാ പ്രബല ചർച്ചുകൾ, അന്നത്തെ വലിയ ചർച്ചുകൾ. അവിടെ ഇരിക്കുന്ന ഇവർ പറഞ്ഞു, ഈ മെട്രാപ്പൊലിത്തന്മാർ പറഞ്ഞു, ഞങ്ങൾ കേവലം മെത്രാപ്പൊലിത്ത മാത്രമല്ല, ഇവരുടെ മുഴുവൻ അവസാന വീട് ഞങ്ങളാ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്ഥാനപ്പേര്, ആ സ്ഥാനപ്പേരാ പാത്രിയാർക്കീസ്, കുലപതി. മനസ്സിലായില്ലേ? മൊത്തം ആളുകൾ ഇനി കീഴിൽ. അംഗീകരിച്ചിലുള്ള കുഴപ്പം എന്താണെന്നറിയണ്ടേ? ഈ കമ്മിറ്റി കൂടാനും കാര്യത്തിനൊക്കെ ഇവിടേക്കാണ് വരുന്നത്. കാരണം അന്ന് വള്ളത്തിലൊക്കെ വരണം, നടന്നു വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടേ. ഈ വലിയ ടൗണുകളെല്ലാം നദീതീരത്തോ സമുദ്രതീരത്തോ. അപ്പോൾ ഇവിടുത്തെ പുള്ളികൾ പ്രധാനികളായി. അങ്ങനെ ഇരിക്കെ റോമിലെ പുള്ളി പറഞ്ഞു, നമ്മളെല്ലാം കാര്യം പാത്രിയാർക്കീസും മെത്രാപ്പൊലീത്തും ആണെങ്കിലും നമ്മളെല്ലാം ഒന്നിച്ചു കൂടുന്നത് ഇവിടെ ടൈബർ നദിയുടെ തീരത്തുള്ള ഈ കേന്ദ്രത്തിലാണ്. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു പിതാവ്, അതാ മാർപ്പാപ്പ. അംഗീകരിക്കുന്നില്ല, ഏതാളെ പോലെ ഇങ്ങോട്ട് വരേണ്ട, കമ്മിറ്റി കൂടാൻ പോകും. ഇങ്ങനെ ഈ സംഭവമല്ല ഇതിനകത്ത് വന്ന്. ഇവർ തമ്മിൽ അങ്ങ് അടിയായി. അടിമൂത്തപ്പോൾ ഓരോരുത്തരും പറയാൻ കാരണമുണ്ട്. ടൈബർ നദിയുടെ തീരത്തുള്ള പോപ്പ് പറഞ്ഞു, സകല ആളുകളും വരുന്ന ഇവിടല്ലേ, ഞാനാ മെയിൻ. യെരുശലേമിലെ പുള്ളി പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായ സ്ഥലം ഇവിടെ, ഞാനാണ് മെയിൻ. സിറിയയിലെ അന്ത്യോക്യയിലെ ആൾ പറഞ്ഞു, എന്താണെന്ന് അറിയണ്ടേ, ഇവിടെ ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായത് ഇവിടുന്നാ, ഇതാ പ്രധാനം. അങ്ങകലെ നമ്മുടെ അലക്സാണ്ട്രിയക്കാരൻ പറഞ്ഞു, ഇവിടെ ബൈബിൾ ഉണ്ടായത് ഇവിടെ, ഇതില്ലേ കാര്യം നടക്കുമോ? സെപ്റ്റുവജൻറ്റും പരിഭാഷയെല്ലാം ഉണ്ടായ സ്ഥലം ഇതാ.
താർക്കികന്മാരുടെ സ്ഥലം, അപ്പല്ലോസിനെ പോലെയുള്ള ചിന്തകന്മാരുടെ സ്ഥലമാണ്. നിങ്ങളെന്തായി പറയുന്നത്? തമ്മിലടി രൂക്ഷമായപ്പോഴേക്ക് ഇസ്ലാം മതം വളർന്നു. ഇസ്ലാം വളർന്ന് ഖലീഫ ഉമറിൻ്റെ കാലം എത്തിയപ്പോൾ ഈ ജെറുസലേമിലെ പാത്രിയാർക്കീസ് ഖലീഫയെ ആളയച്ച് വരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പോപ്പിൻ്റെ കയ്യിലൊന്നും പോകുന്നില്ല, ഞങ്ങൾ നിങ്ങളുമായിട്ടൊരു ടൈയപ്പിൽ പോവാം. പകരം ഇത്രയേ ഉള്ളൂ, ഇവിടെ വീഴുന്ന കാണിക്ക മുഴുവൻ ഞാനെടുക്കും, തീർത്ഥാടകർ എത്ര വന്നാലും അവസരം കൊടുക്കും. ഇന്ന് പൊളിറ്റിക്കലി നിങ്ങളുടെ അണ്ടറിൽ പോകാനാണ് താല്പര്യം. ഖലീഫ ഇത് കേൾക്കാനിരുന്നു, സമ്മതിച്ചു. അങ്ങനെ ഈ ഉമർ അങ്ങോട്ട് കയറി. ഉമർ വരികയും ചോദിച്ചൊരു ചോദ്യം, യെരുശലേമിൽ ചെല്ലുകയും ചോദിച്ചു, ആട്ടെ എവിടെയാണ് ആ സുലൈമാൻ്റെ ദേവാലയം ഇരുന്നേ? വാ കാണിച്ചു തരാം. വിളിച്ചുകൊണ്ട് പോയി. ഇതാ സ്ഥലം. നോക്കുമ്പോൾ എന്താണെന്നറിയണ്ട, ജൂതനെ ആക്ഷേപിക്കാൻ വേണ്ടി അവിടുത്തെ ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരുന്ന പണി ഈ വേസ്റ്റ് കൊണ്ട് ഇവിടെ തട്ടും. നീ ഞങ്ങളുടെ കർത്താവിനെ കൊന്നതല്ലേ, നിനക്കിനിയും പള്ളിയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളുടെ പള്ളി, ആ പള്ളി ഇതങ്ങോട്ട് തട്ടി. ഖലീഫ പറഞ്ഞു, അത് നമുക്കിങ്ങനെ തന്നേക്കാം, നിങ്ങളെടുത്തു. ഖലീഫയും സഹപ്രവർത്തകരും ചേർന്ന് അവിടെ മുഴുവൻ കൈക്ക് വാരി വൃത്തിയാക്കി തീയിട്ടിട്ട് പരവതാനി വിരിച്ച് അവിടെ ഇരുന്ന് നമസ്കരിച്ചു. അങ്ങനെ പോയ സാധനം അത്. ഈ അടി നടക്കുന്നതിൻ്റെ കാര്യം പിടിയിട്ടാ. അലക്സ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? മുഹമ്മദ് പണ്ടൊരിക്കൽ ഹലീമ എന്ന് പറയുന്ന വളർത്തമ്മയുടെ വീട്ടിൽ ചെന്നു. എല്ലാവരും ഉറങ്ങിയ സമയത്ത് മുഹമ്മദിനെ കാണുന്നില്ല. ഒടുക്കം മുഹമ്മദ് രാത്രി തന്നെ തിരിച്ചു വന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രി സ്ത്രീയുടെ ഉടലും സിംഹത്തിൻ്റെ കൈകളും കഴുകൻ്റെ ചിറകും അങ്ങനെ പലതരം സാധനങ്ങൾ, നമ്മൾ ഈ വെട്ടുതുണിക്കൊക്കെ വസ്ത്രം തയ്ക്കുന്ന പോലെ പലതരം സാധനം വെച്ചൊരു മൃഗം, അതിൻ്റെ പേര് ബുറാക്ക് എന്നായിരുന്നു. ബുറാക്ക്. അതിൻ്റെ മീതെ കയറി പറന്നൊരു പോക്ക്. അങ്ങനെ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ആദം നബി ഇരിക്കുന്നു, മൂസ ഇരിക്കുന്നു, ഈസ ഇരിക്കുന്നു. പലരെ കണ്ട് അല്ലാഹ് ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ മുമ്പിൽ ചെന്നു. അല്ലാഹ് പറഞ്ഞു, കൊള്ളാം, 50 നേരം നിസ്കരിക്കണം. നോക്കൂ. തിരിച്ചു വരുമ്പോൾ മൂസാ നബി വഴി എന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ ഈ 50 നേരം പറ്റുമോ? പോയിട്ട് അവിടെ ചെന്നപ്പോൾ അല്ലാഹ് താത്ത് കൊടുത്തു 45. 45 കൊണ്ട് താഴെ വരുമ്പോൾ ഈസാ നബി ഇരിക്കുന്നു. ഈസാ നബി ചോദിച്ചു, മുഹമ്മദേ ഇത്രയും പറ്റുമോ? അത് പറ്റില്ല. പോയി ബാർഗൻ ചെയ്തു, 40 ആക്കി. ആദം നബി ചോദിച്ചു, അത്രയും പറ്റുമോ? അങ്ങനെ ചുരുക്കിയ ഈ 5 നേരം. മനസ്സിലായില്ലേ? 50 നേരം ഈ ബാങ്ക് വിളി ഉണ്ടെങ്കിലുള്ള സ്ഥിതി ആലോചിച്ചേ. നമ്മുടെ അല്ല, അവരുടെ സ്ഥിതി ആലോചിച്ചേ. നിസ്കരിച്ച് ആട്ടലൊടിയില്ലായിരുന്നു. ഏതായാലും കരുണാമയനായ അള്ളാഹുവിന് ഇല്ലാത്ത കരുണ മൂസായ്ക്കും ഈസായ്ക്കും ആദം നബിക്കും തോന്നിയത് നന്നായി. അല്ലെ 50 നേരമായി തന്നെ. പോട്ടെ. ഇത് കഴിഞ്ഞ് ഈ ബുറാക്ക് വന്ന് ലാൻഡ് ചെയ്ത സ്ഥലം യെരുശലേം. മക്കയും മദീനയും കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യഭൂമിയാണ് ഏതാ? അപ്പോൾ ആ ബുറാക്ക് വന്ന് നിന്ന സ്ഥലത്താണ് നിങ്ങൾ ആ താഴികക്കുളം കാണുന്നത്. ഇപ്പം മനസ്സിലായോ? അവിടെയാ അലക്സ മോസ്ക്. 2 മോസ്ക്. ഈ കയ്യിൽ നിന്ന് പോയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഈ സ്ഥാപനമൊക്കെ അതിൻ്റെ തൊട്ട് മുമ്പിലാ പ്രധാന നമ്മുടെ യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ. ഇതിനൊക്കെ എന്തു പറ്റി, എന്തു പറ്റും, എങ്ങനെ തീരും എന്നൊക്കെ അറിയാൻ നമുക്ക് നാളെ കൂടാം. സന്തോഷമല്ലേ? ഇന്ന് രാത്രി പിരിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മളെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠത അതൊരു നാടിന് മുഴുവൻ ചിലർക്ക് ന്യായവിധിയായി മാറിയപ്പോൾ അവൻ്റെ രക്തം നമുക്ക് വിടുതലായി, അവൻ്റെ രക്തം നമുക്ക് വീണ്ടെടുപ്പായി. ആ രക്തത്തിൻ്റെ സാർവത്രിക ശക്തിയെക്കുറിച്ചുള്ള ഘോഷണത്തിൻ്റെ പേരാ സുവിശേഷം. ജീവിതത്തിൽ ഇവിടെ യേശുവിനെ ഉയർത്താൻ ഒരവസരം കിട്ടുന്നോ അതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് നസ്രായനെ ഉയർത്താം, സുവിശേഷത്തെ ഉയർത്താം, ക്രൂശിനെ ഉയർത്താം, അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി കൺപാർത്തിരിക്കാം.